ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ആയോ? ആ. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ജനറലൈസേഷൻ, മലയാളത്തിൽ അതിനെ സാമാന്യവൽക്കരണം എന്ന് പറയും. സാമാന്യവൽക്കരണം എന്നുള്ള പദത്തിന് ഒരു പല അർത്ഥങ്ങൾ ഉള്ളത് കൊണ്ട് ചിന്താതലത്തിലുള്ള ജനറലൈസേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അതായത് ഒരു അതിനെ കുറച്ച് ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ജനറലൈസേഷൻ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനൊരു സ്ഥലത്ത് പോയി, ഞാനൊരു കാക്കയെ കണ്ടു, അത് കറുത്തിരിക്കണം. വേറെ സ്ഥലത്ത് പോയി കറുത്തിരിക്കണം. അങ്ങനെ 7 സ്ഥലത്ത് ഞാൻ കറുത്ത കാക്കേനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും, എല്ലാ കാക്കയും കറുത്തതാണ്. ഓക്കെ. അപ്പോ അതിനെയാണ് ഇൻഡക്ഷൻ അഥവാ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു ചിന്താ പ്രക്രിയയാണ്. അപ്പൊ ഈ ജനറലൈസേഷൻ ഇല്ലാതെ മനുഷ്യന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ആൾക്കാരെ ഇപ്പൊ എന്താ പറയാ, ചില ആൾക്കാരെയൊക്കെ ഒരു കാറ്റഗറിയിൽ ഇട്ടിട്ട് അവന്റെയൊക്കെ സ്വഭാവം അതാണ്, അല്ലെങ്കിൽ ജാതി അത് പുറത്ത് തൂത്താ പോവില്ല, അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കാറ്റഗോറിക്കൽ ജനറലൈസേഷൻ എന്തായാലും ചെയ്താലേ നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഡിസ്കഷൻ ആഗ്രഹിക്കുന്നത് സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി തലത്തിൽ ജനറലൈസേഷന്റെ റോളാണ്, അറ്റ്ലീസ്റ്റ് അറ്റ് എഞ്ചിനീയറിംഗ് ലെവൽ. അപ്പോ ഈ ജനറലൈസേഷനെ ഇപ്പൊ പൊതുവെ ഒരു എന്താ പറയുക സംശയത്തോടെയാണ് ഫിലോസഫേഴ്സും എന്താ പറയുക പൊതുജനവും പൊതുവെ കാണുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ചില കമ്പനികളിലൊക്കെ പോയാൽ വേർ ഇസ് ദ ഡാറ്റ പോയിന്റ്സ് എന്ന് ചോദിക്കും. അതായത് നിങ്ങളുടെ ജനറലൈസേഷന്റെ ആധാരത്തിൽ എന്ത് ആധാരത്തിലാണ് നിങ്ങൾ ജനറലൈസ് ചെയ്തതെന്നാണ് അവർ ഇൻഡയറക്ട്ലി ചോദിക്കുന്നത്. ഡാറ്റ പോയിന്റ്സ് ഉണ്ടോ, ഇനി അല്ലെങ്കിൽ റെഫറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോഴോ ഇനി അല്ലെങ്കിൽ ഒരു നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് അല്ലെങ്കിലോ നമുക്ക് എപ്പോഴും ഒരു ജനറലൈസേഷൻ ശങ്ക ഉണ്ടാവും. ഇവിടെ വി ആർ നോട്ട് ജനറലൈസിങ്. നമ്മളിപ്പോ ഒരാൾ പറയുന്നത് വിശ്വസിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോ വൈ പീപ്പിൾ ഹെസിറ്റേറ്റ് ടു ജനറലൈസ് എന്നുള്ളത് കുറച്ചും കൂടി ഞാനൊരു സയൻസ് തലത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് സ്വാൻ എഫക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് സ്വാൻ ഇവന്റ്സ് എന്നൊക്കെ പറയും. കറുത്ത അരയന്നം, അതായത് ആൾ സ്വാൻസ് ആർ വൈറ്റ് എന്നുള്ളൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷ് വേൾഡിൽ പരക്കെ ഉണ്ടായിരുന്നു. അൺടിൽ 1837 സംബഡി ഡിസ്കവേർഡ് എ ബ്ലാക്ക് സ്വാൻ. അപ്പോ ഈ ബ്ലാക്ക് സ്വാൻ ഫിനോമിന അല്ലെങ്കിൽ ബ്ലാക്ക് സ്വാൻ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ ദോ there are thousands of conformances, one non-conformance will invalidate a theory എന്നുള്ളതാണ്. ഓക്കെ. അത് ഒരു ആദ്യകാലങ്ങളിൽ സയൻസ് മാനുവൽ പ്രോസസ് ആയിരുന്നു. സിമുലേഷനോ വെറ്റ് ലാബിൽ നടന്നുകൊണ്ടിരുന്നപ്പോ എക്സ്പെരിമെന്റ് ചെയ്യാൻ കോസ്റ്റ്ലി ആയതുകൊണ്ടും മറ്റേ എന്താ പറയാ കുറച്ച് ഡാറ്റ ഉണ്ടായിരുന്നതുകൊണ്ടും എക്സാക്റ്റിറ്റ്യൂഡ് അഥവാ സുനിശ്ചിതത്വം ഉറപ്പാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു തത്വമാണ് അത്. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോ മാറ്റർ ഹൗ മച്ച് കൺഫോമൻസസ് യു ഹാവ് സീൻ, വൺ നോൺ കൺഫോമൻസ് ഇസ് ഇൻവാലിഡേറ്റ് എ തിയറി. അത് ഫിസിക്സിന്റെ കേസിലോ കെമിസ്ട്രിയുടെ കേസിലോ മറ്റേ എന്താ പറയാ ബയോളജിയുടെ കേസിലോ നമുക്കത് അംഗീകരിക്കാം. പക്ഷെ പല ഹ്യൂമൻ എൻഡേവർ ലെവലിലും ഒരു 95% ആക്യുറസി ഒക്കെ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കലി ട്രൂത്ത് ആയിട്ട് കാണാം. അപ്പോ ട്രൂത്ത് ഡിസൈഫർമെന്റ് അല്ലെങ്കിൽ ട്രൂത്ത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ എക്സാക്ട് റൂൾസ് വെച്ചേക്കണേ. അപ്പൊ സയൻസിന്റെ കേസിലാണെങ്കിൽ പിന്നെ എന്താ പറയാ ഒരു ബൈനറി അസർഷൻ ആയിരിക്കണം നിങ്ങളുടെ സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ്, അതിനെ ഫാൾസിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്ന കാര്യം ഉണ്ടോ എന്ന് വെച്ചാല് ബ്രഹ്മമുണ്ടോ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ബ്രഹ്മം എന്നുള്ള അധിഷ്ഠാന ശക്തിയെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ലോകം എന്നാണ് അദ്വൈത ഇപ്പൊ സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞ ഹൈപ്പോത്തസിസ് പറയുന്നത്. അപ്പോ അത് ഫാൾസിഫൈബിൾ അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പലരും പറയും. പക്ഷേ അദ്വൈതത്തിന്റെ ബ്രഹ്മസിദ്ധാന്തവും ജീവാത്മ പരമാത്മ ഐക്യം വെച്ചിട്ട് 5000 കൊല്ലത്തെ ഒരു സിവിലൈസേഷൻ ഇന്ത്യയിൽ ഓടുന്നുണ്ട്. അപ്പോ അവർക്ക് പറയത്തക്ക കുഴപ്പങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് മറുവാദം. അപ്പൊ ഈ സയൻസ് ബൈവാല്യൂഡ് ലോജിക്കില് വളരെ പെഗ്ഡ് ആണ്, അല്ലെങ്കിൽ അവിടെ ഫിക്സ്ഡ് ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ്
ട്രൂത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ സാമൂഹിക തലത്തിൽ പലപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പല കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എക്സാക്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയറിലൊന്നും സുനിശ്ചിതത്വം ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ യൂട്ടിലിറ്റേറിയൻ തിയറിയിൽ പറയുന്നതെന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ വി ഷുഡ് ആക്ട് എന്നാണ് മറ്റേ എത്തിക്സ് ഒക്കെ പറയുന്നത്. അപ്പോ ഈ നമ്മൾ അപ്പൊ എപ്പോഴും ചെയ്യണത് എന്താന്ന് വെച്ചാല് ഈ ഇപ്പൊ ഇന്ത്യയുടെ കേസ് എടുക്കാം. ഇന്ത്യയുടെ കേസിൽ ഒരു എന്താ പറയാ കൾച്ചറൽ വേരിയേഷൻസ് ഉണ്ട്. മറ്റേ ബ്രോഡർ ലെവലിലല്ല, മറ്റേ ആചാരാനുഷ്ഠാനങ്ങളിലും. ഇപ്പൊ ഹിന്ദുയിസത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോ കേരളത്തിലെ ഒരു തെക്കൻ ഹിന്ദു അവന്റെ ആരാധന കൊണ്ടുപോകണ മാതിരിയല്ല വടക്ക് കൊണ്ടുപോകണേ. ചിലപ്പോ ആന്ധ്രയിൽ എത്തുമ്പോൾ അത് വേറെ ആയിരിക്കും. അപ്പൊ അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കസ്റ്റമൈസേഷൻസ് ഉണ്ട് കോർ റിലീജിയസ് ടെനറ്റ്സിന്. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു തർക്കം ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ 16 ഫിലോസഫിയോളം ഉണ്ടായിരുന്നു. അപ്പോ ഈ 16 ഫിലോസഫിക്കൽ സ്കൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഓൺടോളജി ഫിക്സ് ചെയ്യണം, എന്നാലേ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുപേര് തമ്മിൽ തർക്കിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് വാദവിദ്യ അഥവാ ഡയലറ്റിക്സ് അഥവാ സാമാന്യ യുക്തി എന്നാണ്. അല്ലെങ്കിൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യോഗയുക്തി, സാമാന്യ യുക്തി അല്ല, യോഗയുക്തി. അപ്പോ ഡയലറ്റിക്സ് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഒരാൾക്കൊരു സിദ്ധാന്തം മുന്നോട്ട് വെക്കാം, അപ്പോ മറ്റൊരാൾക്ക് മറുവാദം വെക്കാം, എന്നിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്ത് ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തുക. അങ്ങനെ ആ കോമൺ ഗ്രൗണ്ട് കണ്ടെത്തിയിട്ടാണ് അതിന്റെ മുകളിലാണ് ലോജിക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോ പല ഓണ്ടോളജിയിൽ നിന്ന് വന്നവര് അവരുടെ പദങ്ങളും അവരുടെ ഐഡിയകളും സ്റ്റേറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് ഒരു കോമൺ ഓണ്ടോളജി ഉണ്ടാക്കിയിട്ട് നിർണായകരാണ് തീരുമാനിക്കണേ ഓക്കെ ഏതാണ് കറക്റ്റ്. അപ്പോൾ ലോജിക് റിക്വയർസ് ആൻ ഓണ്ടോളജി. അപ്പൊ ആ ഓണ്ടോളജി വളരെ സ്പെസിഫിക് ആണെങ്കിൽ ബൈവാല്യൂഡ് ലോജിക് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഓണ്ടോളജി തന്നെ വേറെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ .NET തന്നെ, ഇപ്പൊ .NET ആപ്ലിക്കേഷൻ ഡെവലപ്പറും .NET പ്ലാറ്റ്ഫോം എഴുതുന്നവരും .NET ലൈബ്രറി എഴുതുന്നവരും 3 ലാംഗ്വേജ് സംസാരിക്കണം. അപ്പോൾ അവര് തമ്മിൽ ഒരു കോമൺ ഗ്രൗണ്ട് എത്തണമെങ്കിൽ തന്നെ ഓണ്ടോളജി ഫിക്സ് ചെയ്യണമെങ്കിൽ ഡയലറ്റിക്സ് വേണം. അപ്പൊ ഡയലറ്റിക്സിന് ശേഷം ലോജിക് അപ്ലൈ ചെയ്യുന്നതാണ് ഇന്ത്യയൊക്കെ ചെയ്യുന്നത്. ചൈനയിലെ ഡയലറ്റിക്സ് മാത്രമേ ഉള്ളൂ, അവർ ലോജിക് അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ന്യായശാസ്ത്രം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവര് വെസ്റ്റേണേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ലോജിക് ഒരു എ പ്രയോറി ഡിവൈസ് ആയിട്ടാണ്, അതായത് ലോജിക്കിലല്ലാത്ത സാധനങ്ങൾ നമ്മൾ കണക്കിലെടുക്കുകയോ വേണ്ടെന്നാണ്. പക്ഷേ അത് ചിലപ്പോൾ ഇറ്റ് വിൽ വർക്ക് ഇൻ എന്താ പറയുക ബൂളിയൻ ആൽജിബ്ര, മേ ബി ഡിഡക്റ്റീവ് മാത്തമാറ്റിക്സ്, അങ്ങനത്തെ കുറച്ച് ഏരിയയിൽ വർക്ക് ചെയ്യും. പക്ഷെ എല്ലായിടത്തും അത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു ബയാസ് ഉണ്ട്. അതായത് എ പ്രയോറി ലോജിക് ആണ് വെസ്റ്റേൺ സ്കൂൾ ഓഫ് തോട്ട്സ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്, അറ്റ്ലീസ്റ്റ് മോഡേൺ വെസ്റ്റേൺ സ്കൂൾ ഓഫ് തോട്ട്സ്. പക്ഷെ കുറച്ചും കൂടി എ പോസ്റ്റീരിയറി ലോജിക് ആണ് ഇപ്പൊ നമ്മുടെയൊക്കെ ഈ പോപ്പുലർ അപ്രോച്ച്. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശാസ്ത്രത്തെക്കുറിച്ച് ഇപ്പൊ സയന്റിസം അഥവാ ശാസ്ത്രമാത്രവാദം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അവര് കുറെ എന്താ പറയാന്ന് വെച്ചാൽ സയൻസ് ഇസ് ദി ഓൺലി സോഴ്സ് ഓഫ് നോളജ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അവര് സയൻസിനെ ഒരു ഫോർട്രസ് ആക്കിയിട്ടാണ് അവർ കൺസീവ് ചെയ്യണേ. അവരെങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ സയൻസിന് ലിമിറ്റ്സ് ഉണ്ട്. അതേമാതിരി തന്നെ ഈ യൂണിവേഴ്സിലെ പല കാര്യങ്ങൾക്കും പരിധികളുണ്ട്. ഇപ്പൊ ലൈറ്റ് കനോട്ട് ട്രാവൽ ഫാസ്റ്റർ ദാൻ 300,000. അതായത് ഒരു റിജിഡ് ബോഡിക്ക് എന്തായാലും അതിനപ്പുറത്തേക്ക് പറ്റില്ല. പക്ഷെ ക്വാർക്സ്, ലെപ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സാധനങ്ങളുണ്ടെന്ന് അവർ വാദിക്കുമെങ്കിലും അത് കുറെ ഫണ്ടമെന്റൽ ലിമിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ നിങ്ങൾക്ക് എനി പ്രോബ്ലം മോർ ദാൻ n³ ഒരു 4th പവർ പോളിനോമിയൽ കോംപ്ലക്സിറ്റി ഉള്ള ഒരു പ്രോഗ്രാം റിയൽ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ലിമിറ്റ്. അപ്പോൾ അപ്പുറത്തിരിക്കണവൻ MIT പഠിച്ചാലും മറ്റേ അവൻ IIT പഠിച്ചാലും അവനും ലിമിറ്റ് ബാധകമാണ്. ഇപ്പൊ NP ഹാർഡ്, NP കംപ്ലീറ്റ് പ്രോബ്ലംസ്, പിന്നെ കോമ്പിനറ്റോറിയൽ ഇഷ്യൂസ് ഒക്കെ ലിമിറ്റ്സ് ആണ്. അപ്പൊ ലിമിറ്റ്സിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാം. അപ്പൊ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജനറലൈസേഷൻ ഒരു മസ്റ്റ് ആണ്. ജനറലൈസ് ചെയ്താലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ജനറലൈസേഷൻ എറർ പ്രോണുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനറലൈസേഷൻ എങ്ങനെ സേഫ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല. ഇപ്പൊ എന്താ പറയാ ഈ ഫോൾസിഫയബിലിറ്റി വേണം, സയന്റിഫിക് ക്ലെയിം അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു മറ്റേ ജനറലൈസേഷൻ എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ വയാ നെഗറ്റീവ് ആണ്. ഇപ്പൊ സംസ്കൃതത്തിൽ കഴിഞ്ഞാൽ നേതി നദി എന്ന് പറയും. നോട്ട് ജസ്റ്റ് വാട്ട് എവർ ലെഫ്റ്റ് ഹൗ എവർ ഇംപ്രോബബിൾ ഹാപ്പൻസ് ടു ബി ദ ട്രൂത്ത് അപ്രോച്ച് എടുക്കാം. അതാണ് വയാ നെഗറ്റീവ്. പിന്നെ മാത്തമാറ്റിക്സിലൊക്കെ പൊതുവെ ഉപയോഗിക്കുന്നത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. ഇപ്പൊ √2 ഇറാഷണൽ ആണോ, അപ്പൊ √2 റാഷണൽ ആണെന്നുള്ള പ്രീ സപ്പോസിഷനിൽ കുറച്ച് സ്റ്റെപ്സ് ചെയ്യുമ്പോൾ
കോൺട്രഡിക്ഷൻ കണ്ടുപിടിക്കും. അപ്പൊ അതിനാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർ പറയും പോസിറ്റീവ് പ്രൂഫ് വേണം, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ കനോട്ട് ബി. അതിന് എംപിരിക്കൽ പ്രൂഫും അവർ അലവ് ചെയ്യില്ല, പോസിറ്റീവ് ലോജിക്കൽ പ്രൂഫാണ് വേണ്ടത്. ഓഫ് കോഴ്സ് ഇൻ മാത്തമാറ്റിക്സിന്റെ റിഗറിന് അതൊരു നല്ലൊരു പരിപാടിയാണ്. പിന്നെ അടുത്തത് സയൻസ് ഡെലൂഷൻ ഒരു വലിയൊരു പ്രോബ്ലമാണ്. പിന്നെ ഈ ജനറലൈസേഷൻ, ഇപ്പൊ ഞാൻ ലിബറലി ജനറലൈസ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ഐ ഹാവ് ഗോട്ട് ഇടയ്ക്ക് കയറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ജനറലൈസേഷൻ ഇൻസ്റ്റൻസിൽ 5 or 6 എററേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒരു 1000 എണ്ണം ജനറലൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു 60 എണ്ണം കയറി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു ബയാസ് ഉണ്ട്, നമുക്ക് ജനറലൈസേഷൻ റോങ് ആയ സ്ഥലത്ത് നിന്നുള്ള അടിക്ക് കൂടുതൽ ഇമ്പാക്ട് കിട്ടും. കാരണം നമുക്ക് പോസിറ്റീവ് കിട്ടിയത് ജസ്റ്റ് അനദർ ഇൻസ്റ്റൻസ് ആണ്. അപ്പൊ എന്താ പറയാ, ഒരു ബയാസ് ഉള്ളത് കൊണ്ടാണ് ഈ ജനറലൈസേഷൻ പലരും ചെയ്യാത്തത്. പിന്നെ ഈ ലോജിക്കൽ ഫാലസീസിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ ഒരാൾ പറയുന്ന ക്ലെയിം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വിദ്യാഭ്യാസം തന്നപ്പോൾ നമുക്ക് ഇംഗ്ലീഷുകാരനെ അവനെ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഭാഷകൾക്കൊക്കെ വളരെ, ഇപ്പൊ മലയാളത്തിനും സംസ്കൃതത്തിനൊക്കെ അതൊരു ഡയലക്റ്റിക്കൽ ലാംഗ്വേജാണ്. കാരണം സംസ്കൃതത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏകവചനം, ദ്വിവചനം, അനേകവചനം. അതായത് ഈ സിംഗുലാർ, ഡ്യുവല്, പ്ലൂറൽ ഉണ്ട്. ഇപ്പൊ ഫോർ സം റീസൺ മലയാളത്തില് ദ്വിവചനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഭാഷയുടെ സ്പിരിറ്റ് അതാണ്, മനസ്സിലായില്ലേ? ദ്വിവചനം എന്ന് വെച്ചാൽ ദ്വൈതം, അതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി. അപ്പോൾ ട്രൂത്ത് ഇസ് എ മാറ്റർ ഓഫ് ഡിഗ്രി എന്ന് വിശ്വസിക്കുന്ന കൾച്ചറാണ് നമ്മുടെ. ട്രൂത്ത് ആബ്സല്യൂട്ട് ആണ്, ട്രൂ ഓർ ഫോൾസ് ആണെന്നുള്ള രീതി മോഡേൺ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ലോജിക്കൽ പോസിറ്റീവ്സും ആൾക്കാരുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക് ഇവിടെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പ്രോഗ്രാമേഴ്സും ജനറലൈസേഷൻ എറർ വരും എന്ന് വിചാരിച്ച് ശരിയാവാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് പോലും അത് പറയാൻ മടിക്കുന്നു. അത് അവർക്കൊരു വലിയ ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക്, ഇപ്പൊ നിങ്ങളൊക്കെ ജനറലൈസ് ചെയ്യാറുണ്ടോ? ഇനി ചെയ്യുമ്പോൾ പറ്റിയ അബദ്ധങ്ങൾ എന്താണ്? ഇനി എന്താ പറയാ, അതെങ്ങനെ റെക്ടിഫൈ ചെയ്തു? ഇനിയിപ്പോ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, അബ്ഡക്ഷൻ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ഇപ്പൊ ശരത്ത്, ഞാൻ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സയൻസിനെ കുറിച്ച് സംസാരിക്കാം, ഫിലോസഫി ഓഫ് സയൻസ്. അപ്പൊ ഒരു ലിമിറ്റ് വേണ്ട, പക്ഷെ എങ്ങനെ ലോകത്തെ പെർസീവ് ചെയ്യാം അല്ലെങ്കിൽ കൺസീവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഡിസ്കഷന്റെ ഉദ്ദേശം. ടോപ്പിക് ഹൗ ടു ജനറലൈസ് വെൽ, അതായത് സ്പെസിഫിക് ഇൻസ്റ്റൻസസിൽ നിന്ന് എങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇത് ചെയ്യണം. ബിഫോർ ഐ ഓപ്പൺ ദ ഫ്ലോർ ഫോർ എന്താ പറയുക ഡിസ്കഷൻ, ഞാൻ ഇൻഡക്ഷൻ, അബ്ഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ അതിനെക്കുറിച്ച് കുറച്ച് വാക്ക് പറഞ്ഞിട്ട് ഫ്ലോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ, ഈ മൂന്നിനെയും ചേർന്ന് പറയുന്നത് ഇൻഫറൻസ് അഥവാ അനുമാനം എന്നാണ്. ഇൻഫറൻസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറയേണ്ടത് ഡിഡക്റ്റീവ് ഇൻഫറൻസ്, ഇൻഡക്റ്റീവ് ഇൻഫറൻസ്, അബ്ഡക്റ്റീവ് ഇൻഫറൻസ് ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഡിഡക്ഷൻ, ഇൻഡക്ഷൻ, അബ്ഡക്ഷൻ. അപ്പൊ ഡിഡക്ഷനെ മലയാളത്തിൽ പറയുന്നത് എന്താ പറയാ, ഈ നിഗമനം എന്നാണ്. ഓക്കെ. അപ്പോൾ ഇൻഫറൻസിനെ ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിയൊന്നും ഡൗട്ട്, അനുമാനം എന്നാണ് പറയുന്നത്, സോറി. അപ്പോ ഇൻഫറൻസിനെ അനുമാനം എന്ന് പറഞ്ഞപ്പോൾ നിഗമനാത്മക അനുമാനമാണ് ഡിഡക്ഷൻ. ഇനിയിപ്പോ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡക്ഷന്റെ മലയാള പദം ആഗമനം എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ സങ്കല്പനം എന്ന് പറയുന്ന സാധനമുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ സങ്കല്പനാത്മക അനുമാനമാണ് ഇൻഡക്ഷൻ. പിന്നെ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരികൽപ്പനാത്മക ആഗമനം എന്നാണ് ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ പരികൽപ്പനാത്മക സങ്കല്പം, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷനെയാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അബ്ഡക്ഷനിൽ നിന്ന് തുടങ്ങാം. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. പിന്നെ എന്താ പറയാ, ചത്തത് പുലിയെങ്കിൽ കൊന്നത് മുരുകൻ തന്നെ. അപ്പൊ ഈ ടൈപ്പ്, അതായത് ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, അതാണ് അബ്ഡക്ഷൻ. അപ്പൊ അബ്ഡക്ഷൻ അത് നമുക്ക് ഉപയോഗിച്ചേ മതിയാവും. പിന്നെ ഇൻഡക്ഷൻ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരാൾ ഒരു ഫാക്ട് പറയുമ്പോൾ നമുക്ക് ചിലപ്പോ അത് വെരിഫൈ ചെയ്ത് നോക്കാനോ ചിലപ്പോ വി ഹാവ് ടു ടേക്ക് ഹിം ടു ട്രസ്റ്റ്. പക്ഷെ ഒരു ഹേസി ടെസ്റ്റ് ഒക്കെ നടത്താൻ വേണ്ടി ഇൻഡക്റ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചൊന്നല്ല. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ മലയാളത്തിലെ അതിന്റെ ഡെഫിനിഷൻ വിശേഷത്തിൽ നിന്ന്, വിശേഷം മീൻസ് പെർട്ടിക്കുലർ, ടു സാമാന്യത്തിലോട്ട്, മിഡ് ടു ജനറൽ. അപ്പൊ പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലോട്ട് പോകുന്ന തിങ്കിങ് പാറ്റേൺ ആണ്
ഇൻഡക്ഷൻ. ഇപ്പൊ ആൾസോ ആൻഡ് സോർ വൈറ്റ് എന്ന് കുറെ സ്ഥലത്ത് കണ്ടു. പിന്നെ ഫൈനലി ബ്ലാക്ക് സ്വാൻ കണ്ടു. അതാണ് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ. കോൾ പോപ്പർ എന്ന് പറഞ്ഞ ഫിലോസഫർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇഫ് ഒക്കെ ലോജിക്കിലൊക്കെ നമ്മൾ എന്താ പറയുക പ്രോഗ്രാമിംഗ് ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഗമനത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് അൺലസ് യു ആർ യൂസിങ് റാൻഡമൈസ്ഡ് അൽഗോരിതം ഒരു ഡിഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അവിടെ ഇൻഡക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റാൻഡമൈസ്ഡ് അൽഗോരിതംസ് വരുമ്പോഴാണ് നിങ്ങൾ സാമ്പിൾസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോഴാണ് ഇൻഡക്ഷൻ ഉപയോഗിക്കണേ. അബ്ഡക്ഷൻ നിങ്ങൾ മെഷീൻ ലേണിംഗ് ഈസ് എ വണ്ടർഫുൾ എക്സാമ്പിൾ ഓഫ് അബ്ഡക്ഷൻ. നിങ്ങൾ കുറെ ഡാറ്റ ഉണ്ട്, നിങ്ങളൊരു എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് നടത്തി. അപ്പൊ നിങ്ങളൊരു 6-7 ഹൈപ്പോത്തസിസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചുപേരുടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പ്രൊജക്ടിന്റെ ഗോൾ അനുസരിച്ചിട്ട് പ്ലോസിബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് എടുക്കും. അത് പിന്നെ ഒരു ഇൻഡക്റ്റീവ് ടെസ്റ്റ് നടത്തുന്നത് ഡാറ്റ ഇൻജസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മെഷീൻ ലേണിംഗിൽ നിന്ന്, അതായത് അബ്ഡക്ഷനിൽ നിന്ന് ഒരാളുടെ ഹഞ്ച് അല്ലെങ്കിൽ ഒരാളുടെ തോന്നലിൽ നിന്ന് തുടങ്ങി അത് എക്സ്പെരിമെന്റ്സ് നടത്തി ഇൻഡക്റ്റീവ് ട്രൂത്ത് കണ്ടുപിടിച്ചിട്ട് പിന്നെ മാത്തമാറ്റിക്സ് ഡിഡക്റ്റീവ് ട്രൂത്ത് വെച്ചിട്ട് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യലാണ് മോഡേൺ സയൻസിന്റെ ആ പദ്ധതി തന്നെ. അപ്പൊ അതുകൊണ്ട് ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, അബ്ഡക്ഷൻ ആൻഡ് കളക്റ്റീവ്ലി ഇറ്റ് ഈസ് കോൾഡ് ഇൻഫറൻസ്. അതിനെ കുറിച്ച് ഒരു നോളജ് വേണം. പ്രോഗ്രാമേഴ്സിന്റെ കേസിലാണെങ്കിൽ അബ്ഡക്ഷൻ ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ടു മെഷീൻ ലേണിംഗ്, ഇൻഡക്ഷൻ ഈസ് കണക്റ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിഡക്ഷൻ ഈസ് കണക്റ്റഡ് ടു ലോജിക് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോ ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഈ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആയിട്ട് മെഷീൻ ലേണിംഗ് കണ്ട നമുക്ക് പ്യുവർ സയൻസ് അല്ല. അപ്പോൾ പിന്നെ ഫിലോസഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ലോ ആൻഡ് സോഷ്യോളജി, അങ്ങനെ കുറച്ച് സബ്ജക്ട്സ് ഹൊറിസോണ്ടൽ ആക്കി ഡാറ്റ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഡു ജനറലൈസ്, യു വിൽ ബി ഏബിൾ ടു ജനറലൈസ് വെല്ലെന്നാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ലെവലിൽ നിന്നുള്ളൊരു ഇത്. ഫ്ലോർ ഈസ് നൗ ഓപ്പൺ ഫോർ ഡിസ്കഷൻ. പറഞ്ഞോളൂ. സാറേ, ഞാനിതിനെ കാണുന്നത് ടോപ്പ് ഡൗൺ ആയിട്ടും, അതായത് നമുക്ക് ഡിഡക്റ്റീവ് റീസണിങ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ അവിടെയാണ് ഇപ്പൊ ഈ സബ്ജക്ട്സ് വരുന്നത്. ഈ സബ്ജക്ട്സിൽ നിന്ന് നമ്മൾ അസിമുലേറ്റ് ചെയ്ത് മോഡൽസ് ആണ് കൺസ്ട്രക്ട് ചെയ്യണേ. അതായത് എക്കണോമിക് മോഡൽസ് കൺസ്ട്രക്ട് ചെയ്യും ഓരോ, അതായത് ഹൗ ടു റീസൺ അബൌട്ട് ദ വേൾഡ് ആണ് എസെൻഷ്യലി സാർ ലേ ഔട്ട് ചെയ്തേക്കുന്നത് അവിടെ. അപ്പൊ അത് ഒരു ഗ്രാൻഡർ സ്കീമിൽ മോഡൽസ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്ന ഇൻസ്റ്റൻസസ് ആ മോഡൽസിലോ കോമ്പിനേഷൻസിലോ മാപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ഓൾ ഓഫ് എ സഡൻ എവറിത്തിങ് വിൽ ഫോൾ ഓൺ ദ റൈറ്റ് പ്ലേസ്. അതാണ്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അതായത് യു ഹാവ് ടോൾഡ് എന്താ ഒരു ഫാന്റാസ്റ്റിക് തിങ്. അതായത് എസെൻഷ്യലി വാട്ട് യു ആർ ട്രൈങ് ടു ടെൽ ഈസ് നമ്മൾ ഇപ്പൊ എൻകൗണ്ടർ ചെയ്യുന്ന ഇൻസ്റ്റൻസസ് ഒക്കെ ആൾറെഡി അനലൈസ് ചെയ്തിട്ട് മറ്റേ മോഡൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മോഡൽ സെൻട്രിക് വ്യൂ, മൾട്ടി മോഡൽ സെൻട്രിക് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ജനറലൈസേഷൻ എറർ കുറയ്ക്കാം എന്നാണ് നിങ്ങൾ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആണോ? ജനറലൈസേഷൻ എറർ കുറയ്ക്കുന്ന പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പറയുമ്പോ. ഞാൻ സാറ് പറഞ്ഞതിനെ ലേ ഔട്ട് ചെയ്താണ്, അതായത് ഇൻ ടേംസ് ഓഫ് മോഡൽസ് എങ്ങനെയാണ് അത് കാണണ്ടേ എന്നുള്ളത്. ഞാൻ അതായത് എന്റെ ഫ്രെയിമിൽ കിടക്കുന്ന മോഡൽ ഡ്രിവൺ വ്യൂ ഓഫ് ദ വേൾഡ് ആണ്. പിന്നെ അതിലിപ്പോ ഒരു അത്രയും, അതായത് ജനറലൈസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യേണ്ടത് ഈ മോഡൽസ് അൺകവർ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കും അവിടെ. അതായത് അപ്പൊ ഞാൻ അതാണ് പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഒബ്വിയസ്ലി ജനറലൈസേഷൻ എറർ കുറയുന്നുള്ളത് സാർ പറഞ്ഞപ്പോ എനിക്കും ഒബ്വിയസ് ആയിട്ട് ഫീൽ ചെയ്തു. അല്ല, ഇപ്പൊ ശരത്ത് ഇപ്പൊ റൈസ് ചെയ്ത പ്രോബ്ലം സൊല്യൂഷൻ ഒരു വളരെ ഇതാണ്. ഇപ്പൊ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഗ്രൗണ്ട് ലെവലിലാണ് ചിന്തിച്ചത്. കാരണം ഒരു ടോപ്പ് ഡൗൺ ലെവലിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റിയത് ഇപ്പോഴും. അപ്പൊ ദാറ്റ് ഈസ് ആക്ച്വലി എ ഷോട്ട് ഇൻ ദ ആം. മനസ്സിലായില്ലേ? അതായത് പൊതുവേ നമ്മൾ ഈ ടോപ്പിക് പറയുമ്പോ ഇപ്പൊ ഡിഡക്ഷനും ഇൻഡക്ഷനും അബ്ഡക്ഷനും ഈ മോഡൽ തിങ്കേഴ്സിന് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അത് ചിലപ്പോ അത്രയും ഗ്രൗണ്ട് ലെവലിൽ ചിന്തിക്കേണ്ടെന്ന് പോലും ഞാനിപ്പോ എക്സ്പ്ലിസിറ്റ്ലി അറിഞ്ഞത് ഇപ്പോഴാണ്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു വ്യൂ ഇട്ടപ്പോഴാണ്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിബഡി ഹൂ സ്റ്റാർട്ട്സ് ഇൻ ദിസ് ഗെയിം ഫസ്റ്റ് ഈ ഇപ്പൊ ഡിഡക്ഷൻ, ഇൻഡക്ഷൻ, അബ്ഡക്ഷൻ എന്താണെന്നുള്ള ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോഡൽസ് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മോഡൽസ് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് മോഡൽ തിങ്കിങ്ങിന് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പറയാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ കേരള എക്കണോമിക് മോഡൽ, അതൊരു
ഇപ്പൊ എന്താണ് ഓവർസീസ് റെമിറ്റൻസ് വെച്ചിട്ട് ഒരു സ്റ്റേബിൾ സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ തത്വം. അതൊരു ഡിസ്ക്രിപ്റ്റീവ് മോഡലാണെന്ന് പറയുള്ളൂ. കാരണം അതിന് ഡാറ്റ പോയിന്റ്സ് വെച്ചിട്ടാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതായത് കമ്പാരിറ്റീവ് ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ പറയാണ്, ഇപ്പൊ ഞാനൊരു ലീനിയർ മോഡൽ ഫിറ്റ് ചെയ്തു, റിഗ്രഷൻ ഫിറ്റ് ചെയ്തു. അവിടെ ലീനിയർ ആണോ മറ്റേ പോളിനോമിയൽ റിഗ്രഷൻ ആണോ വേണ്ടതെന്നുള്ള തർക്കമൊക്കെ വരുമല്ല. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ അതിനൊരു വൊക്കാബുലറി വേണ്ടതെന്ന്. ഇപ്പൊ നിങ്ങൾ മോഡൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ഉണ്ട്, മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്, പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ ഉണ്ട്. അങ്ങനെ ഇപ്പൊ കുറെ ഒരു മോഡൽ. അപ്പൊ അതെങ്ങനെ നാവിഗേറ്റ് ചെയ്യും ഒരാൾ? അല്ല, മോഡൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇത് ഓബ്വിയസ്ലി അത് ഒരു മൾട്ടി മോഡൽ അപ്രോച്ച് ആണല്ലോ അവിടെ എടുക്കുന്നത്. അപ്പൊ അതില് തന്നെ നമ്മൾ പല മോഡൽസ് സിന്തസൈസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ എക്കണോമിക്സ് ഒക്കെ ഒരു ക്രോസ് ഡൊമൈൻ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് മാത്തമാറ്റിക്കൽ ഐഡിയാസും പ്ലസ് ഇപ്പൊ കമ്പ്യൂട്ടേഷണൽ ഐഡിയാസും എല്ലാം സിമുലേഷൻസ് എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അപ്പുറത്തുനിന്ന്, അതായത് കമ്പ്യൂട്ടർ സയൻസിലുള്ള ഉണ്ടാക്കുന്ന നോളജും ഇതെല്ലാം മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഞാൻ പറയട്ടെ, ഇപ്പോ ഐ തിങ്ക് വി വിൽ ആക്ച്വലി ഷിഫ്റ്റ് ഇൻ ടു എ ടോപ്പ് ഡൗൺ മോഡ്. അപ്പൊ ഞാനിത് കുറച്ചുകൂടി ഒരു ബോട്ടം അപ്പ് ആയിട്ട് എഴുതി. അപ്പൊ ഞാൻ ചോദിക്കുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ്, ഈ ഹോമോ എക്കണോമിക്കസ് എന്ന് പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ തത്വമാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് റാഷണൽ എക്കണോമിക് മാൻ. അപ്പൊ അതിനനുസരിച്ച് എല്ലാ മനുഷ്യർ റാഷണൽ ആണെന്നും ഇൻഫോർമേഷൻ സിമെട്രി ഉണ്ടെന്ന് അവിടെ അസ്യൂം ചെയ്യുന്നുണ്ട് പറയാതെ. അതെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ലാർജ് എമൗണ്ട് ഓഫ് ലിറ്ററേച്ചർ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പല കോളേജുകളിലും പല ആൾക്കാരുടെയും എക്കണോമിക്സിന്റെ ഐഡിയ അതാണ്. പക്ഷേ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ മാറ്റിയുള്ളൂ. അതായത് റാഷണൽ മാൻ ഈസ് റാഷണൽ, ബട്ട് ഹിസ് റാഷണൽ ഹാസ് ഗോട്ട് ബൗണ്ട്സ്. ആ ബൗണ്ടഡ് റാഷണാലിറ്റി എന്നുള്ള ഒരൊറ്റ തത്വം വെച്ചിട്ട് ഇപ്പൊ എക്കണോമിക്സിന്റെ മിക്ക നോബൽ പ്രൈസ് അവരടിച്ചുകൊണ്ട് പോകണം. അപ്പൊ ഇപ്പൊ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ്, കെയ്നീഷ്യൻ എക്കണോമിക്സ്, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു മോഡൽ ഉണ്ട്. അപ്പൊ മോഡലിന്റെ ഫണ്ടമെന്റൽ ആക്സിയോംസ് എന്താണ്, എന്തിന്റെ ബേസിലാണ് ആ മോഡൽ ഉണ്ടാക്കിയേക്കണേ, ആ മോഡലിന്റെ പ്രോപ്പർട്ടി എന്താണ് ഡീവിയേഷൻ, അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെ ലിറ്ററേച്ചർ കിട്ടും, എങ്ങനെ സംബഡി വിൽ ലേൺ. അതായത് ഇതിപ്പോ എന്താ വെച്ചാൽ ബിഹേവിയറൽ ഫിനാൻസിന്റെ ബുക്സ് കുറെ വായിക്കാൻ ഫിനാൻസിൽ വർക്ക് ചെയ്ത സമയത്ത് കിട്ടിയോണ്ടും ക്ലാസിക്കൽ എക്കണോമിക് തിയറിയുടെ ബുക്സ് ഒക്കെ വായിച്ചുകൊണ്ടും പിന്നെ ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്ത് കിട്ടിയത്. അപ്പൊ എങ്ങനെയാണ് സംബഡി വിൽ ആക്ച്വലി ഗെറ്റ് ഇൻ ടു ഈ പറയുന്ന അല്ല, ഞാനത് കണ്ടേക്കുന്നത് ഇപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ആ സ്കില്ല് കണ്ടിട്ടുണ്ട്. പിന്നെ അക്ഷയ് ശ്രീറാം എന്ന് പറഞ്ഞ ക്ലബ് ഹൗസിൽ അറിയില്ലേ, പുള്ളിയുടെ ഞാൻ ആ സ്കിൽസ് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഓണ്ടോളജി അൺകവർ ചെയ്ത് മൾട്ടിപ്പിൾ ഡൊമൈൻസ് ആയിട്ട് സിന്തസൈസ് ചെയ്ത് ഗ്രാൻഡർ മോഡൽ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ചെയ്യേണ്ടത്, ആ റീസണിങ് കിട്ടാനായിട്ട്. അതായത് ഫിലോസഫിക്കൽ അണ്ടർമിനിങ്സ് ഒക്കെ അൺകവർ ചെയ്യുക, സബ്ജക്ട്സ് നാവിഗേറ്റ് ചെയ്യേണ്ടി വരും ആ ലെവലില്. അപ്പൊ അത് എക്സ്പ്ലിസിറ്റ്ലി ക്യൂരിയോസിറ്റി വേണ്ടി വരുമായിരിക്കും. പക്ഷെ നമുക്കിപ്പോ ഇതുപോലത്തെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ നമുക്ക് ഡെലിബറേറ്റ് ഫോക്കസ് വഴി അത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ എക്കണോമിക്സിന്റെ നമ്മള് ഓരോ ഓർട്ടിക്കൽ എലമെന്റ്സ് അൺകവർ ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ഫിലോസഫിയിൽ വന്ന് നിൽക്കുന്നതാണ് തോന്നുന്നത്. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ചു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ, ഇന്റന്റ് ക്യാപ്ചറും ഇന്റന്റ് ഫുൾഫിൽമെന്റും തമ്മിലുള്ള വിൻഡോ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൂസ്ലി കപ്പിൾഡ് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവരി വൺ വിൽ ക്രിയേറ്റ് മറ്റേ എന്താ പറയാ, എവരി വൺ വിൽ അറൈവ് അറ്റ് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. അതിനെ ഒരു മോഡലായിട്ട് കാണാൻ പറ്റുമോ? ഒരു ഫോർമൽ മോഡൽ അല്ല, അതൊരു ഫിനോമിനോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണത് ശരിക്കും പറഞ്ഞ. അല്ല, അപ്പൊ അതിലോട്ട് അല്ല, അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് ആക്സിയോംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മൾട്ടിപ്പിൾ സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് എംപിരിക്കൽ ഡാറ്റ വെച്ചിട്ട് പറഞ്ഞ മോഡൽസ് അവൈലബിൾ ആണെന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞത്, ആണോ?
അല്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അല്ല പറഞ്ഞത് ഇപ്പൊ ഗെയിം തിയറട്ടിക്കൽ മോഡൽസ് ഒക്കെ അതല്ലേ ഇപ്പൊ ഒരു ഗ്രാൻഡർ സ്കെയില അതുണ്ട് ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞ ഈ സ്പെസിഫിക് കോണ്ടാക്ട് ആണ് വിചാരിച്ചത്. ഞാൻ മൈക്രോ സർവീസസ് അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, അതെ 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 അതെ. അല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പോരാട്ടത്തിന് ഒരു പേരുണ്ടെന്ന് അറിയാമോ ശ്രീത്തെ? ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രായേൽ പാലസ്തീൻ ഒരു പേരുണ്ട്. എനിക്ക് അങ്ങനെ അറിയില്ല. ജലമ എന്നാണ് പറയുന്നത്. അല്ല സാറേ ഇത് ഈ സോറി അല്ല നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോ ഈ ജൂലിയൻ ബഗിനിയുടെ ഒക്കെ ഐഡിയ ഉണ്ടല്ലോ, ഫോക്ക് എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറഞ്ഞ ഐഡിയാസ് ഉണ്ട്. അതായത് മറ്റേ ഗ്രാൻഡർ, അതായത് ഒരു കൾച്ചറിന്റെ ഡോമിനന്റ് ഫിലോസഫിക്കൽ സ്റ്റാറ്റസ് അവിടുത്തെ ഫോക്ക് എപ്പിസ്റ്റമോളജിയിൽ എംബഡഡ് ആണെന്ന് പറഞ്ഞിട്ട്, അതായത് ഡോമിനന്റ് തിങ്കിങ്ങിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് സാറും സിമിലർ തീമിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ തിങ്കിങ് അല്ല അതായത് വെസ്റ്റേൺ തിങ്കിങ് മോഡൽസ് എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഡിഫറെന്റ് ആവുന്നത് എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ രാജീവ്മല്ലത്രയുടെ വർക്കൊക്കെ ആ ലൈനിലാണെന്ന് സാറ് അതായത് അപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മോഡൽസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുമല്ലോ, ഇപ്പൊ എന്തുകൊണ്ടാണ് മറ്റേ ഇപ്പൊ ഞാൻ UK ആൾക്കാരുടെ അടുത്ത് പറയുമ്പോ എന്തുകൊണ്ടാ ഇവിടെ ജോലിയുണ്ട്, എന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോരാണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ സായിപ്പായിട്ട് കൺവേഴ്സ് ചെയ്യാന്നുള്ള, പക്ഷെ ശരിക്കും അവന് ഓണ്ടോളജി സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് പലപ്പോഴും. അപ്പോ അതായത് ഫോക്കസ്ഡ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ പക്ഷെ അതൊരു ഡൊമിനന്റ് തിങ്ങാ. ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കണം. കേട്ടിട്ടുണ്ടോ? അത് ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് ആണ്. വൺസ് മേക്ക് ഇറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല. അപ്പോ ഫോക്കസ്ഡ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ഡൊമിനന്റ് ക്ലാസിന്റെയോ അല്ലെങ്കിൽ ഇപ്പൊ ഡൊമിനന്റ് ഐഡിയോളജിയുടെ, ഇപ്പൊ കേരളമാണെങ്കിൽ കമ്മ്യൂണിസം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൊമിനന്റ് ഗ്രൂപ്പ്, ഇപ്പൊ ഒരു 50 കൊല്ലം മുമ്പാണെങ്കിൽ ബ്രാഹ്മിനിക്കൽ ഹെജിമണി ഈ അരുൺ മൊട്ടയൊക്കെ പറഞ്ഞ പരിപാടി. അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെയും ഇപ്പൊ എന്താ പറയാ അവരുടെ ഓണ്ടോളജി അവിടുത്തെ വിശ്വാസ സംഹിതയായിട്ട് മാറും അല്ലെ. അപ്പൊ അത് കെയർഫുള്ളി നമ്മള് ഡീകൺസ്ട്രക്ട് ചെയ്യണമെന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ശരിയല്ലേ? ഫോക്കസ്ഡ് എപ്പിസ്റ്റമോളജി അതെ അതെ. അതായത് ഇപ്പൊ ഗ്രാൻഡർ ലെവലില് റീസണിങ് വരണം. അതായത് ട്രൂ ജനറലൈസേഷൻ വരണമെങ്കിൽ നമ്മളിപ്പോ അത് അതായത് ഇപ്പൊ ഫിലോസഫി കോറായി വെച്ചിട്ട് സോഷ്യോളജി, എക്കണോമിക് മോഡൽസ് അതിലോട്ടൊക്കെ പോകേണ്ടി വരും. പൊളിറ്റിക്കൽ ഫിലോസഫി, മോറൽ തിയറി, എല്ലാം എടുക്കേണ്ടി വരും എന്നാണ്. അതായത് സാറ് ലിസ്റ്റ് ചെയ്ത സബ്ജക്ട്സ് അല്ല, അത് ഇന്റഗ്രേറ്റഡ് വ്യൂ. എനിക്ക് തോന്നുന്നു നടരാജഗുരു ആയിരിക്കും അതാണ് പുള്ളി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെ മിക്കവാറും. അങ്ങനെയല്ല, ഒരു ഏകീകൃത ചിന്ത, ഒരു യൂണിഫൈഡ്. അതിപ്പോ ഞാൻ പറയട്ടെ, പൊതുവെ പ്രശ്നം എന്താന്ന് വെച്ചാല് ജനറലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നത്തെ നിങ്ങൾ ഈ ഡിസ്കഷന് സ്പിൻ കൊണ്ടുവന്നപ്പോ വളരെ ബേസിക് ഫാക്ട്സിൽ നിന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ MITയുടെ സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയതും അത്രയും ബുദ്ധിമാന്മാരെയും പ്രൊഡ്യൂസ് ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോഗ്രാമിങ് അവർ അവിടെ നിന്ന് തുടങ്ങിയതാ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റൈറ്റ് എ ലിസ്പ് ഇന്റർപ്രറ്റർ ഇൻ C# ആണ് ഫസ്റ്റ് പ്രൊജക്ട് എന്ന് വെച്ചോ, ഒരു C# ബൂട്ട് ക്യാമ്പില്. അവൻ മറ്റേ ക്രഡൊക്കെ ഒരു വീക്കെൻഡിൽ പഠിക്കുവാൻ. ശരിയാണോ? അപ്പൊ ഈ ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇങ്ങോട്ട് എന്റെ പെട്ടെന്ന് ഇത് വന്നത്, അതായത് ഈ ഇപ്പൊ ടോപ്പ് ഡൗൺ ആയിട്ട്, അതായത് അപ്പൊ നമ്മള് ഇപ്പൊ പലപ്പോഴും പറ്റുന്ന എന്താണ്, ആദ്യം നമ്മൾ ഇഫ് പഠിപ്പിക്കും, വേരിയബിൾ പഠിപ്പിക്കും, പിന്നെ അങ്ങനെയൊക്കെ പഠിപ്പിച്ച് ക്ലാസ് ഒക്കെ എത്തുമ്പോ ഏതാണ്ട് അത് ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് ഏറ്റവും വലിയ കുഴപ്പം. മറ്റേ എന്താ പറയാ, മറ്റേ തിയറി പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ ലോജിക്ക് പഠിക്കും, അത് കഴിഞ്ഞിട്ട് അവര് മറ്റേ ഗേറ്റ് ലെവൽ ലോജിക്ക് പഠിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ രജിസ്റ്റർ ട്രാൻസ്ഫർ പഠിക്കും, അത് കഴിഞ്ഞിട്ട് ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ ഇങ്ങനെയൊക്കെ വന്ന് കുറെ കഴിയുമ്പോൾ അവർക്ക് ബേസിക് C പഠിക്കാനുള്ള കഴിവ് പോലും ഇല്ലാണ്ടാവും. അവിടെ വരെ എത്തൂല. എന്ന സ്ഥാനത്ത് മോളിൽ നിന്ന് തുടങ്ങിയെന്ന് വെച്ചോ ഇലക്ട്രോണിക്സ്, ഒരു ഫങ്ഷണൽ അപ്രോച്ചിൽ നിന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ വി വുഡ് ഹാവ് പ്രൊഡ്യൂസ് ഫാർ ബെറ്റർ എഞ്ചിനീയേഴ്സ്. പക്ഷേ യൂട്യൂബിലൊക്കെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത്
ഇന്ത്യക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ സർക്യൂട്ട് ഇവന് ഉഗ്രനായിട്ട് പൊളിച്ച് കാണിക്കുന്നത്. അതായത് MIT കാരനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ MIT കാരൻ എന്ത് ചെയ്യുന്ന വെച്ചാല് അവനെല്ലാം മോഡൽ ഉണ്ടായിട്ട് നേരെ തായ്വാനിലോട്ടോ ഇന്ത്യയിലേക്കോ ഔട്ട്സോഴ്സ് ചെയ്യും. കാര്യം അവിടെ നടക്കും. അപ്പൊ വാല്യൂ ചെയിൻ പോയിന്റ് ഓഫ് വ്യൂല് ഒരു ടോപ്പ് ഡൗൺ തിങ്കിങ് ആവശ്യമുള്ള സ്ഥലത്താണ് ഈ മോഡൽ തിങ്കിങ്ങും എല്ലാത്തിനും പ്രസക്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഈവൻ ടീച്ചിങ്ങിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാർ ബോട്ടം അപ്പ് ആണെങ്കിൽ നമുക്കൊരു ബോട്ടം അപ്പ് അപ്രോച്ച് ടുവേർഡ്സ് ടീച്ചിങ് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ആ മോഡൽ തിങ്കിങ് പലപ്പോഴും പറഞ്ഞ ഫ്ലൈ ആവാത്തത്. പിന്നെ അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ട് അക്കാഡമിക്സിൽ പോയിട്ട് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് രണ്ട് കാരണം സിലബസിന്റെ പ്രശ്നം മാത്രമല്ല, എക്സാംസ് ബോട്ടം അപ്പ് ആയിട്ട് നടത്താൻ പറ്റൂ. കാരണം എന്നാലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റൂ. അതെ. അപ്പൊ അവിടെ സെൽഫ് വാലിഡേഷൻ മാത്രമേ ഇത് പറ്റുള്ളൂ. അതായത് എക്സ്റ്റേണൽ വാലിഡേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അതായത് സ്വയം മറ്റേ ഇന്റേണൽ കൺസിസ്റ്റൻസി ലോജിക്കൽ റിഗർ നമ്മൾ തന്നെ കൊണ്ടുവരണം. വാലിഡേഷൻ എന്നുള്ളത് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു നമ്മുടെ ഹൈപ്പോത്തസിസ് വാലിഡേഷനേ നടക്കുള്ളൂ. അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതായത് മറ്റേ എക്സ്റ്റേണൽ ടെസ്റ്റിൽ നമ്മൾ റിലേ ചെയ്യുന്ന പരിപാടിയില്ലേ, പഠിച്ചു എന്നുള്ളത് സാധനം അക്യൂർ ചെയ്തു എന്നുള്ളത്, ലേണിംഗ് അല്ല അക്യൂസിഷനാ വേണ്ടത്. മോഡൽ അക്യൂസിഷൻ ആണ് അവിടെ ശരിക്കും വേണ്ടത്. അപ്പൊ അതിന് നടക്കുള്ളൂ. എക്സാമിൽ നിന്ന് വിട്ട് പ്രാക്ടിക്കലായിട്ട് ജോബ് ഓറിയന്റഡ് വരുമ്പോഴേ ഷിഫ്റ്റ് വരുന്നത് എനിക്ക് തോന്നണ നമ്മൾ ബോട്ടം അപ്പിൽ നിന്ന് ആ ടോപ്പ് ഡൗൺ ലേണിംഗ് മോഡലിലോട്ട് പോകും. ആ ഒരു ഫ്ലക്സ് ഉണ്ടാവും എനിക്ക് തോന്നണം. കാരണം നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. ദാറ്റ് ഈസ് ബിക്കോസ് എന്ന് വെച്ചാലേ നിങ്ങൾ പീരിയോഡിക്കലി ഗ്രോ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ 90% ആൾക്കാരെ ചെയ്യാറില്ല. അവർ ആ ബോട്ടം അപ്പ് എക്സ്പീരിയൻഷ്യൽ ലെവലിൽ തന്നെ നിൽക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ടീം ലീഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടോപ്പ് ഡൗൺ ആയാൽ മതിയാവും. അത് ഹൗ ടു ഡു ഇറ്റ് വെല്ലാണ് ശരിക്കും പറയും ഈ ചർച്ച പോലും. മനസ്സിലായേ? അപ്പൊ ഞാൻ ശ്രീജിത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സെപ്ഷൻ എടുക്കാൻ അതൊരു കോമൺ ഫിനോമിനല്ലാന്ന് പിടികിട്ടിയ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നു, ബോട്ടം അപ്പ് ആയിട്ട് എക്സാം എഴുതുന്നു, പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി ഒരു ട്രെയിനിങ് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് ഇടുന്നു. തിങ്സ് ആർ ആക്ച്വലി ഇപ്പൊ ബോട്ടം അപ്പിൽ നമ്മൾ പഠിച്ചതും അത് അപ്ലൈ ചെയ്യണക്ക് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ മുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യണേ. അപ്പൊ നമുക്കൊരു ടോപ്പ് ഡൗൺ തിങ്കിങ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പക്ഷെ അത് ഹേസി ആയിട്ടേ വരുന്നുള്ളൂ എന്നാണ് ഉദ്ദേശിക്കണേ. ഈ ടോപ്പ് ഡൗൺ തിങ്കിങ്ങിനെ ബോട്ടം അപ്പ് തിങ്കിങ് വേണ്ടെന്നല്ല, തറോനസ് ഉണ്ടാവണമെങ്കിൽ ബോട്ടം അപ്പ് തിങ്കിങ്ങും വേണം കൂടെ. അതിനാണ് നമ്മൾ ടോയ് കോഡ് എഴുതുന്നതും കോഡൊക്കെ ചെയ്ത് നോക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ചില ആൾക്കാര് ആ സ്വകാര്യ ദുഃഖം അകറ്റാനാന്ന് തോന്നുന്നു മറ്റേ ആ ടോയ് കോഡിൽ തന്നെ ആനന്ദങ്ങൾ കാണും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഗ്രൗണ്ടിങ് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ മറ്റേ അക്കാഡമിക്സിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ സാറപ്പ് ടെസ്റ്റിംഗ്, അതായത് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ആർക്ക് വേണ്ടിയാണെന്നുള്ളതാണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടി എക്സാം എഴുതിയേക്കണേ. അപ്പൊ അതിപ്പോ ഒരു ദിവസം എന്റെ വൈഫ് ചോദിച്ചു, എന്താ നമ്മുടെ മോൻ ഇങ്ങനെ അക്കാഡമിക്കിൽ പുറം ഫലം കാണിക്കണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞടി, അത് പബ്ലിക് പോളിസി മിക്കതും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ 70% ഏരിയ ഓഫ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി ഉണ്ടാക്കിയേക്കണേ. നമ്മുടെ മോൻ 95% അപ്പുറത്താണ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ അപ്പുറത്താ. അപ്പൊ അവൻ ഹി ഹാസ് ടു ഫോഴ്സ് ഫിറ്റ് ഹിംസെൽഫ് ഇൻ ടു ദിസ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ അക്കാഡമിക് എക്സലൻസ് ഡസൻ ട്രാൻസ്ലേറ്റ് മോസ്റ്റ് ഓഫ് ഇൻ ടു ആക്ച്വൽ. കാരണം അക്കാഡമിക്കലി ലൗസി ആയിട്ടുള്ള ആൾക്കാർ പലരും തോക്കുന്നത് അവർ റിബൽ ചെയ്തോണ്ടാണ്, അല്ലാണ്ട് അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല. അതുകൊണ്ടാണ് അവർ ലൈഫിൽ പിൽക്കാലത്ത് അവർ വിജയിക്കുന്നത് മിക്ക സ്ഥലത്തും. അതായത് അക്കാഡമിക് റിഗറും രണ്ടും കൊണ്ടുപോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണ്. അതിപ്പോ ടോപ്പ് ഇപ്പൊ ഒരു ക്ലാസ്സിലെ ടോപ്പ് 5% അല്ല 99% തന്നെ, അല്ലെങ്കിൽ 95% മുകളിലുള്ളവർക്കേ പറ്റുള്ളൂ. അല്ല, സക്സസിന് കോൺഫൗണ്ടിങ് ഇഷ്യൂ ഓൾവേസ് ഉണ്ട്. അക്കാഡമിക്സിൽ പോയി സെലക്ഷൻ ക്രൈറ്റീരിയ മാത്രമേ മാറും. പിന്നെ മറ്റേ സിസ്റ്റം എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡിഫറെന്റ് ആണ്. അല്ല, അത് ഇപ്പോഴത്തെ കാലത്തെ പണ്ട് നോളജ് ഒരു പ്രൈസ്ഡ് കമോഡിറ്റി ആയിരുന്നു. ടെമ്പിൾസ് ഓഫ് എക്സലൻസിൽ പോയാലേ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ നോളജ് പെർക്കുലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഓഫ് പ്ലെന്റി ഉണ്ടെന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷനിൽ NPTELന്റെ ഒരു 3 കോഴ്സ് അടുത്ത ഒരു മാസത്തിലിരുന്ന് പഠിച്ചാൽ മതി. യു ക്യാൻ ബിക്കം ഫാർ ബെറ്റർ ദാൻ എനി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇൻ നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ. അത്രയ്ക്ക് പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ. പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് എന്നുള്ളത് മനസ്സിലായില്ലേ? ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാത്തതുകൊണ്ട് ത്രഷോൾഡ് എനർജി ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോ പക്ഷെ നമ്മുടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എനിക്കിപ്പോ ഈ ചർച്ച ചെയ്യുന്ന വന്ന ഏറ്റവും ബിഗസ്റ്റ് ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, why should actually you go towards generalization in a bottom up way? ആൾറെഡി ജനറലൈസ് ചെയ്ത
ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ, മോഡൽസ്, അത് അപ്ലൈ ചെയ്തുകൂടെ എന്നുള്ളതാണ്. അപ്പൊ മോഡൽ കളക്ഷൻ ആൻഡ് എന്നിട്ട് അതിന്റെ ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ശബ്ദം പറഞ്ഞ മാതിരി എംപെരിക്കലി ഗ്രൗണ്ട് ചെയ്താൽ പോരെ. അതായത് ഇപ്പൊ നമ്മളൊരു മോഡലിന് ഒരു 7-8 ഘടകങ്ങളുണ്ട്. അതിലെ മിക്ക കാര്യങ്ങളും നമ്മൾ അവിടെ ഇവിടെയൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൈക്രോ സർവീസസ് അതൊരു ഇപ്പൊ തൽക്കാലം അതിനൊരു മോഡലായിട്ട് ഇത് ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണെന്ന് പറയും, ചിലർ ഇതാണെന്ന് വിചാരിക്കും, ഒരു മോഡലാണെന്ന് വിചാരിക്കുക. ഇപ്പോ അൾട്ടിമേറ്റ്ലി അറ്റ് ദ ഫിസിക്കൽ ലെവൽ നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. സർവീസസ് ആർ സർവീസസ്, റെസ്റ്റ് ഈസ് റെസ്റ്റ്, സോപ്പ് ഈസ് സോപ്പ്, മറ്റേ എന്താ പറയാ GRPC എല്ലാം ഉണ്ട്. അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഇന്റഗ്രേഷൻ സ്ട്രാറ്റജി ഓർക്കസ്ട്രേഷൻ ആണോ കൊറിയോഗ്രാഫി ആണോ, പ്രാക്ടിക്കലി അങ്ങനെ പോകുന്നു. യു ക്യാൻ ആക്ച്വലി മാസ്റ്റർ ഇറ്റ് വെരി ഫാസ്റ്റ്. പക്ഷെ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവര് അതിന്റെ കൂടെ മറ്റേ മിക്സ് ചെയ്യും, കുബർനെറ്റിസ് ആഡ് ചെയ്യണം. അപ്പോ പിന്നെ കുറെ കഴിയുമ്പോൾ ദേ നെവർ ലേൺ ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൈക്രോ സർവീസസ് അല്ലെങ്കിൽ മറ്റേ സോളിഡ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ കുറെ നമുക്ക് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കൂളായിട്ട് ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിപ്പോ ഈ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ സോഫാർ മനസ്സിലായി. റാദർ ദാൻ വെരിഫൈങ് ഫാക്ട് ബൈ ഫാക്ട്, വൈ കാൻ വി start from mini models and go up. ഇപ്പോ ഇല്ലേ? അതാണ് ഞാൻ ഇത് അങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്കെയിൽ ചെയ്യാൻ അതിനെ എക്സാക്ട്ലി. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാല് നമ്മളെ ലോജിക്കിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കുടുങ്ങും. ശരി, ഇപ്പൊ ലോജിക്കിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കുടുങ്ങേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ പീറ്റർ ഗ്രേയുടെ ബുക്കില്ലേ, മറ്റേ ലോജിക് ആൾജിബ്ര ആൻഡ് ഡാറ്റാബേസസ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇന്റർപ്രറ്റേഴ്സ് ഉണ്ട്. പ്രൊപ്പോസിഷണൽ ലോജിക്കിനും ഉണ്ട്, പ്രെഡിക്കേറ്റ് ലോജിക്കിനും ഉണ്ട്, മറ്റേ ലാംഡ കാൽക്കുലസിനും ഉണ്ട്, ലാംഡയ്ക്കും ഉണ്ട്. പിന്നെ നമുക്ക് പ്രൊലോഗിന്റെ എഞ്ചിനും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോർമൽ ലോജിക്കൽ നോളജ് കിട്ടാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിന്. നമ്മുടെ ഇത് കുടുങ്ങിയാൽ തന്നെ പക്ഷേ ഈ ഇതിപ്പോ മെയിൻ ഇപ്പൊ ജനറലൈസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ കാർഗോ കൾട്ട് പ്രോഗ്രാമിംഗ്, ഓക്കെ, അതൊരു ഫ്രൈസോ അല്ലെങ്കിൽ ഒരു ഫിനോമിനയാണല്ലോ. ഈ കാർഗോ കൾട്ട് പഠിച്ചാൽ തന്നെ കാർഗോ കൾട്ട് പകുതിയാവും. സമ്മതിക്കോ? അങ്ങനെ ഒരു മീം ഉണ്ടെന്ന് അറിയുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഇതുണ്ട്, അതായത് ലോസ് അവർഷൻ, അതായത് തോൽവിയോടുള്ള വിരക്തി. അതൊരു വെൽ സ്റ്റഡീഡ് ഫാലസിയാണ്. ഈ ലോ ഓഫ് അവർഷൻ അല്ലെങ്കിൽ എങ്ങനെ ലോസ് അവർഷൻ അറിയുമ്പോ തന്നെ ലോസ് അവർഷൻ പകുതിയാവും. അപ്പൊ ഇപ്പൊ മോഡൽസ് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനത്തെ അതിനൊക്കെ എന്താ വിളിക്കണ്ടേ? ഇപ്പൊ ഡൊബല്ലിയുടെ ഒക്കെ വൺ ലൈനേഴ്സിനെയൊക്കെ ചെറുത് അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹലോ അത് പക്ഷെ നമുക്ക് മോഡൽ കൺസ്ട്രക്ഷൻ പാത്വേസിലെ റോഡ് ബ്ലോക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡൽസ് തന്നെ. അത് വേണമെങ്കിൽ എനിക്കറിയില്ല അത് മോഡൽസ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. അത് മോഡലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ പ്രോസ്പെക്ട് തിയറി എന്ന് പറഞ്ഞൊരു മോഡലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം മിക്കത്. അങ്ങനെയാണോ? അങ്ങനെ, അതായത് ഈ അതെ, കാരണം അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ അത്. അതെ, അത് പ്രോസ്പെക്ട് തിയറി അല്ലേ, അതാണ് അവർക്ക് എക്കണോമിക് ഇത് നോബൽ പ്രൈസ് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോയിൽ അതിന്റെ ഒരു പേപ്പറിന്റെ ഒരു സമ്മറി അവര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ടൈപ്പ് 1 ലേണിംഗ്, ടൈപ്പ് 2 ലേണിംഗ്, ഓക്കെ, അത് നമുക്ക് ഈ ജനറലൈസേഷൻ ഇതിൽ കൊണ്ടുവന്നൂടെ കറക്റ്റ് ആയിട്ട്? അല്ലെങ്കിൽ ലേണിംഗിൽ കൊണ്ടുവരാൻ പറ്റുമോ? എന്താണ് ടൈപ്പ് 1 ടൈപ്പ് 2? ടൈപ്പ് 1 ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ക്യാപിറ്റൽ ഓഫ് അങ്കോള എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയുന്നതും, പിന്നെ ഇപ്പൊ 2+8 × 19 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യില്ലേ? അല്ലെങ്കിൽ ശ്രീത് സ്വിഫ്റ്റില് 7-ലെ ലേറ്റസ്റ്റ് ഫീച്ചർ ഒറ്റയടിക്കൊക്കെ പറയില്ലേ? അതായത് ഇൻസ്റ്റിങ്ക്റ്റീവ്, നിങ്ങളൊരു റൂമിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോ ഈ കൺവെർസേഷനിലൊക്കെ കാണിക്കുന്നതിനാണ് ടൈപ്പ് 1 ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്ന് സ്ഥാനത്ത് മുല്ലപ്പെരിയാർ നമ്മൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് പോലെയുള്ള ഒരു നമ്മുടെ ഗട്ട് ഫീലിംഗിൽ നിന്നും നമ്മുടെ തോട്ടിൽ നിന്നും ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യേണ്ട. അവൻ സ്മാർട്ടാന്ന് നമ്മൾ പൊതുവെ പറയില്ലേ? എന്ന സ്ഥാനത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവാക്വേഷൻ സ്ട്രാറ്റജി എന്താന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ 6 മാസം എടുക്കും.
അറിയില്ല, ഇനി എടുക്കാം. എന്തായാലും ഒരു ദിവസം ഇനിയിപ്പോ കൊണ്ട് നിങ്ങള് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളൊരു ഒരു ഒരു പ്രൊഡക്റ്റ് പൈപ്പ് ലൈൻ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ഞാൻ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് പൈപ്പ് ലൈൻ, അതായത് എൻഡ് ടു എൻഡ്, അതായത് കസ്റ്റമർ മുതൽ ഫിനാൻസിയർ വരെയുള്ള ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റും. അപ്പൊ പെട്ടെന്ന് പറ്റില്ല. ഡെലിബറേറ്റ് തിങ്കിങ്ങിനെയാണ് ടൈപ്പ് 2, അതിനൊരു മോഡലാന്ന് പറയാം ടൈപ്പ് 2 ലേണിംഗ്. അപ്പൊ ഞാൻ അതിന് കൊടുത്ത ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല്, മോർ ആൻഡ് മോർ ടൈപ്പ് 2 തിങ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ. നിങ്ങളുടെ ടൈപ്പ് 1 ഷാർപ്പ് ആവുമോ? ആവും. അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അതിനാണ് ഈ നോളജ് പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ടൈപ്പ് 2 നോളജ് എന്ന് പറഞ്ഞാൽ എനി എഡ്യൂക്കേറ്റഡ് ഗൈ വിത്ത് റീസണബിൾ എക്സ്പീരിയൻസ് ഇവൻച്വലി ക്യൂറേറ്റ് ചെയ്തൊക്കെ എത്താൻ പറ്റും. അപ്പൊ അത് പ്രൊസീജിയർ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ദാറ്റ്സ് വാട്ട് എഫക്റ്റീവ്ലി ഐ ആം ഡൂയിങ്. അതായത് ഇൻ അതർ വേർഡ്സ്, ഈ നമ്മള് ഇപ്പൊ ഈ US കമ്പനീസ് ഒക്കെ മറ്റേ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം പാസ്വേഡ്സ് ഒക്കെ വെക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ വിചാരം സോഫ്റ്റ്വെയർ ഈസ് ഓൾ അബൌട്ട് ഇൻഡക്ഷൻ എന്നാണ്. അതായത് നിങ്ങളുടെ ജനറലൈസേഷൻ കപ്പാസിറ്റിയാണ് സോഫ്റ്റ്വെയർ എഴുതാൻ വേണ്ടതെന്നാണ്. പക്ഷെ എന്റെ ക്ലോസ് ഒബ്സർവേഷൻ, ചിലപ്പോൾ ഇന്ത്യൻസിന്റെ നേച്ചർ കൊണ്ടായിരിക്കും, ഒരു മറ്റേ സ്കോളർഷിപ്പിന് അമേരിക്കയിലെ എക്സ്പെർട്ടൈസിന് വാല്യൂ, സ്കോളർഷിപ്പിന് വാല്യൂ ഇല്ല. നമ്മുടെ ഇവിടെ സ്കോളർഷിപ്പിനാണ് വാല്യൂ, എക്സ്പെർട്ടൈസിനല്ല. ഇവിടെ കിട്ടിയ അപ്പൊ അപ്പൊ മോർ ആൻഡ് മോർ മറ്റുള്ളവർ ഇൻഡക്ട് ചെയ്യുന്നത് നമുക്ക് ഡിഡക്ഷൻ ആക്കി മാറ്റാം, നമ്മുടെ ഫാക്ട് പ്രിഫർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതിന് മനസ്സിലായോ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക മെഷീൻ ലേണിംഗ്, ഇപ്പൊ ബീറ്റ് ലാംഡ കാൽക്കുലസ് ആയിക്കോട്ടെ, മറ്റേ പ്രെഡിക്കേറ്റ് ലോജിക് ആയിക്കോട്ടെ, ട്യൂറിംഗ് മെഷീൻ ആയിക്കോട്ടെ, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ റെഗുലർ എക്സ്പ്രഷൻ, പുഷ് ഡൗൺ ആറ്റോമേറ്റ, അങ്ങനത്തെ മിക്ക മോഡൽസിന്റെയും കാര്യം കയ്യിലുള്ളത് കൊണ്ട് ഐ വിൽ ബി ഏബിൾ ടു ഗീവ് റെസ്പോൺസ് വെരി ഫാസ്റ്റ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ടൈപ്പ് 2 തിങ്കിങ് ആന്ന് പറയില്ല. അത് ദാറ്റ് ഈസ് ഫണ്ട, ഐ ഹാവ് ടു ഗോ ആൻഡ് റെഫർ ഇട്ട് എന്ന് പറയില്ലേ. അതെന്ന് വെച്ചാൽ ടൈപ്പ് 2 തിങ്കിങ്ങിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുക എന്നാണ് എന്റെ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ല, ജനറലൈസേഷന് കൂടുതലും ടൈപ്പ് 2 തിങ്കിങ് വേണം. ടൈപ്പ് 2 തിങ്കിങ് ഉണ്ടെങ്കിലേ ജനറലൈസേഷൻ എറർ കുറയുള്ളൂ. ഓക്കെ, ജനറലൈസേഷൻ എറർ കുറയുള്ളൂ. ഓക്കെ. മറ്റേത് എന്ന് വെച്ചാൽ നിങ്ങൾ ഹഞ്ച് ചെയ്യുന്ന പറയണായിരിക്കും. ചിലപ്പോൾ ഡാറ്റ മൈറ്റ് നോട്ട് ബാക്ക് വാട്ട് യു ആർ ആക്ച്വലി സെയിങ്. ചിലപ്പോൾ നിങ്ങളുടെ സാമ്പിൾ സ്പേസസ് ക്യൂഡ് ആയതുകൊണ്ടായിരിക്കും. അപ്പൊ ടൈപ്പ് 2 തിങ്കിങ് ആണ് ശരിക്കും എന്താ പറയാ, ഈ കോർപ്പറേറ്റ് ഫ്ലോറിൽ ടൈപ്പ് 1 തിങ്കിങ് ഉള്ള ആളായിരിക്കണം, ഷാർപ്പായിരിക്കണം. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന് വെച്ചോ, ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ലെങ്തി പ്രോസസ് ഒക്കെ ആണെങ്കിൽ ടൈപ്പ് 2 തിങ്കിങ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു കറക്ഷൻ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ ടൈപ്പ് 2 തിങ്കിങ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതല്ല, ഇംപ്ലിസിറ്റ്ലി നമുക്ക് കുറെ ടൈപ്പ് 2 തിങ്കിങ്ങിന്റെ ട്രേറ്റ്സ് വെക്കും. അതവിടെ നടക്കുന്നത്. പക്ഷെ അത് ആക്സലറേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ എക്സ്പെക്ടേഷനും അങ്ങനെ തന്നെയല്ലേ ഇൻഡസ്ട്രിയുടെ? ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കിട്ടുമെന്ന് വിചാരിക്കണം. ഇൻഡസ്ട്രിയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വി ഷുഡ് ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം, ബിസിനസ് പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഏജന്റ് ഒരു ബിസിനസ് അനലിസ്റ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് വന്നിട്ട് അത് വരയ്ക്കും. Now it is just a modular division. Okay, outsource this to testing to India. ഒരു 8 ഫംഗ്ഷണൽ ഇതിന് അങ്ങോട്ട് കൊടുക്കും. അയാൾ ആ മോഡലിൽ നിന്നാണ് നോക്കുന്നത്, അതിലോട്ട് ഡാറ്റ ഇൻജസ്റ്റ് ചെയ്യാണ്. പക്ഷേ ആക്ച്വലി ഇയാളുടെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഡൗൺ സ്ട്രീമിൽ നടക്കാൻ പോണത്. ഇതാണ്. അപ്പോ that is just a matter of object oriented programming, design patterns, anyone can learn. Okay, I have got at least 10 ആൾ. ഇപ്പൊ കൊച്ചിയിൽ ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ വിചാരം ഏറ്റവും കൂടുതൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതം അറിയാവുന്ന ആൾക്കാരെന്ന്. ഞാൻ ആ ഫ്ലോറിൽ പോയിട്ട് ഞാൻ 2 ചോദ്യം ചോദിച്ചുള്ളൂ.
നെഞ്ചത്ത് കൈവച്ച് പറയണം, നിങ്ങൾ ആരെങ്കിലും ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്? ആരും ചെയ്തിട്ടില്ല. അവിടെ അയാളുടെ ഹൃദയം പൊട്ടിയില്ല എന്നുള്ളൂ. മനസ്സിലായ? അപ്പൊ ഇൻഡസ്ട്രിയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് എക്സ്പെക്ടേഷൻ ആണെന്ന്. ദേ ജസ്റ്റ് എക്സ്പെക്ട്, പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി മാച്ച് ചെയ്യണ്ടോ? സാർ അതൊരു ഫിൽറ്ററിംഗ് പ്രോസസ്സിന് വേണ്ടി വെച്ചേക്കുന്നതാണ് ഏതാ ഈ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ. അല്ല, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞല്ല. ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതിന്റെ ഉള്ളിലൊരു ഉഗ്രന് നല്ലൊരു അടിമേനെ കിട്ടും. ഡൗട്ടുണ്ടോ? 1.5 കൊല്ലം വീട്ടിൽ നിന്നിട്ട് അവൻ ഈ ഡാറ്റ സ്ട്രക്ചേഴ്സും ലിങ്ക് ലിസ്റ്റ് 14 പ്രാവശ്യമൊക്കെ ഇൻസേർട്ട് ചെയ്ത് ഒരുത്തന്നെ ഒരു ഉഗ്രൻ പെർഫെക്റ്റ് അടിമയായിരിക്കും. ഒരു നോർമൽ സെൻസ് ഉള്ള ഫുട്ബോൾ കളിക്കാനോ പാട്ട് പാടാനോ ചാൻസ് ഉള്ള ഒരുത്തനെ ചെയ്യില്ല. ചെയ്യോ? അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ ചാൻസ് ഉള്ളവൻ ആ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കെ. സി, ഏതോ ഒരു കമ്പനിയിലെ ബ്രാൻഡിന് കയറാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായല്ലേ? നാച്ചുറൽ ആയിരിക്കും അവന്റെ ലേണിങ്. ഐ ഡൗട്ട്. ഗതികേട്. വേറെ ജോലിയൊന്നും കിട്ടില്ല. വേറെ ജോലിയല്ല. അതായത് മെട്രോ ജോലി. ഇപ്പൊ ഞാൻ പറയട്ടെ, കൂട്ടുകാര് ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ളവനൊക്കെ പിറ്റേ ദിവസം മുതൽ പഠിച്ചു തുടങ്ങും. ഏതാ എന്റെ ബാച്ചിലെ ഒരുത്തന്റെ ഒരു നേപ്പാളിലാണ് എന്റെ ഒപ്പം പഠിച്ചാണ് ജർമ്മനിയില്. അപ്പൊ അവിടെ പുള്ളി ടൈപ്പാ. പുള്ളി നല്ല അസാധ്യ, നല്ല കോഡർ പുള്ളി, ഫാസ്റ്റ്ലി പ്രോബ്ലംസ് പുള്ളി മറ്റേ എന്താ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. അത് എവിടെയാന്ന് അറിയാം അത് പറഞ്ഞേ. അതൊരു വെസ്റ്റേൺ യാർഡ് സ്റ്റിക്കിന് വേണ്ടി അവനൊരു നേപ്പാളിക്ക് നാച്ചുറൽ അല്ല. പുള്ളി എന്താ ചെയ്യണെന്ന് അറിയാം? പുള്ളി എപ്പോഴും എന്നെ കൊണ്ടൊക്കെ ലീഡ് കോഡ് സോൾവ് ചെയ്യാനായിട്ട് പുള്ളി ഇവന്മാർക്കൊക്കെ പുള്ളിക്ക് പക്ഷെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡപ്പിൽ നിന്ന് പുള്ളി ഒന്നും മിണ്ടൂല, സംസാരമില്ല, പുള്ളി കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. പക്ഷെ പുള്ളി വർക്ക് കൊടുത്ത ചെയ്യും. അപ്പൊ എന്താ ഗുണം? അവന്റെ മുകളിലിരിക്കുന്ന അവന്റെ പകുതി നോളജ് ഉള്ളവൻ അവന്റെ മാനേജർ ആവും. അതാണ്. പുള്ളി നല്ല സ്കില്ലുണ്ട്, പക്ഷെ പുള്ളി സംസാരിക്കില്ല, ഒന്നും പറയില്ല. പുള്ളി ജസ്റ്റ് ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കും. നല്ല സ്കിൽ ഉണ്ടെന്നാണോ നല്ല നോളജ് ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? നോളജ് പുള്ളി എനിക്കറിയില്ല, പുള്ളിക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നിക്കുന്നു. പക്ഷെ പുള്ളി പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉണ്ട് ഉദ്ദേശിച്ചത്. ഈ കമ്പ്യൂട്ടർ സയൻസ് ആസ് ആൻ ഇൻഡസ്ട്രി 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കില്ലല്ല ആൾക്കാർ നോക്കുന്നത്, നോളജാണ് നോക്കുന്നത്. പിന്നെ സീനിയർ ആകുമ്പോൾ മെറ്റാ നോളജ്. അവിടെയൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നം തന്നെ. അപ്പൊ ഇവരൊക്കെ എന്ത് കിട്ടും? ഇവരൊക്കെ പറ്റും. എവിടെയെന്നറിയാം? ഇവരെ കൊണ്ടുപോയി റിസർച്ച് ലാബിലെ കേട്ടവന്മാര് ഇവരെവിടെ പോയാലും വിജയിക്കും. എവിടെ പോയാലും വിജയിച്ചാലുള്ള പ്രശ്നം എന്താണെന്നുള്ള ശ്രീധരനെ ചോദിച്ചറിയാം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ദർസ് എ ബുക്ക് കോൾഡ് പെർഫെക്റ്റ് മെസ്. അതായത് ഏത് ബുക്ക് സ്റ്റാളിലാണോ ബുക്ക് ഓർഡറിൽ ഇരിക്കണേ അവിടെ സെയിൽസ് കുറവാണ്. മെസ്സി ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ നല്ല സെയിൽസ് കൂടുതലാണ്. കാരണം കുറെ ബുക്ക് പബ്ലിഷേഴ്സ് അടിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ വൈശാനോട് പറയാണ്, വൈശാഖ ഞാൻ വൈശാഖിന്റെ റൂം നല്ല ക്ലീൻ ആക്കി തുടച്ചു തരാം എന്ന് പറഞ്ഞാൽ വൈശാഖ് സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കില്ല. എന്റെ റൂം ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താണ്? എനിക്കൊരു എന്റേതായ ഒരു മെസ് ഉണ്ട്. ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാനും മറ്റേ ബുക്കൊക്കെ സ്റ്റോർ ചെയ്യാനും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അത് അടിപൊളിയാക്കി എങ്ങനെ ഉണ്ടാവും? ഇത് റെക്കോർഡാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ശ്രീജിത്തിനും എനിക്കും കോമൺ ഇഷ്ടം ഉണ്ടെന്നാണ് അവിടെ. ചോദിക്കട്ടെ, നമ്മുടെ മെസ്സി ആയിട്ടുള്ള റൂമാണെന്ന് വിചാരിക്കാം. ആ മെസ്സി ആയിട്ടുള്ള റൂമാണെങ്കിൽ ഓരോ സാധനങ്ങളും എവിടെയാണെന്ന് നമ്മുടെ ഒരു മെന്റൽ മാപ്പ് ഉണ്ടാവും. ആ മാപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നോണ്ടാണ് നമ്മൾ ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യണത്. വൺസ് റീഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കല്യാണം കഴിഞ്ഞവർക്ക് ഇഷ്യൂ ആയിരിക്കും എനിക്ക് തോന്നി. കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും ഇഷ്യൂ ഉണ്ട്. പക്ഷെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട്, ഇപ്പൊ ഞാനും എന്റെ വൈഫും തമ്മിൽ ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് ഒരു ബുക്ക് എടുക്കില്ല. നീ എന്റെ പല ബുക്ക് കാണില്ല. ഇപ്പൊ ഞാൻ ആകെ വിമ്മിട്ടത്തിലാണ്. ഇനിയിപ്പോ എന്റെ എനർജിയും ഇല്ല അത് പോയി തപ്പി പിടിക്കാൻ. മനസ്സിലായോ? എനിക്ക് ഹോസ്റ്റലിൽ തുടങ്ങിയ പ്രശ്നമാണ്. ഞാൻ ഉറങ്ങുമ്പോ ബുക്ക് ബെഡിന്റെ അടുത്ത് ഇങ്ങനെ കുറെ വെക്കും. എനിക്ക് ബുക്ക് അടുത്ത് വേണം ഉറങ്ങാൻ.
അത് നല്ലതാ. അതിന്നേ ചിലപ്പോ ബുക്ക് നോളജ് വായിക്കും ഉറങ്ങുമ്പോ. പറഞ്ഞു. എന്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഫിസിക്സ് ഉണ്ടല്ലോ, നമ്മുടെ തലയിലൊന്നുമില്ല ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ബുക്ക്. പക്ഷെ എനിക്കങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കില്ല, അല്ല ഇപ്പൊ ചിലപ്പോഴും എനിക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ എനിക്കതുണ്ട്. അല്ല ഞാൻ അതല്ല പറഞ്ഞേ. അപ്പോ ഈ ലൈഫിലെ മെസ്സേ ഇപ്പൊ പലപ്പോഴും ഇപ്പോ ഈ ജനറലൈസേഷന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ ഞാൻ പറയാം. ഈ എന്റെ പരിചയത്തിലൊരു പേരുണ്ട്, പുള്ളിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഒക്കെ ഉള്ളത്. പുള്ളി ഒരു ഭയങ്കര ബുദ്ധിമാൻ എന്നാ പുള്ളിനെ വിളിക്കുന്നത്, ശരത്താണ്ടാ പേരിട്ടെ. ബുദ്ധിമാൻ വേറൊരാളോട് പറഞ്ഞു, അതായത് എനിക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് കാച്ചി കുറുക്കി അത് എഴുതി ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് സമഗ്രമായ അന്വേഷണമൊക്കെ നടത്തിയിട്ടേ ഞാൻ പുറത്തു പറയുള്ളൂ. പയ്യ അങ്ങനെയല്ല, സാധനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൻ പറഞ്ഞു തുടങ്ങുമെന്ന്. അതാണ് ഞാൻ അവന് തമ്മിൽ വ്യത്യാസം. ശ്രീത്തെ അത്രയും നാള് ഞാൻ സ്ട്രക്ചേർഡ് ആയിരുന്നു. അന്നു മുതൽ ഞാൻ ആ മെത്തേഡിലുണ്ട്. മനസ്സിലായ? അതായത് പുള്ളി എന്നെ ഞാൻ റീസണബിളി സ്ട്രക്ചേർഡ് ആയിരുന്നു. പുള്ളിക്ക് എനിക്ക് ഒരു സ്ട്രക്ചറും ഇല്ല എന്നുള്ള രീതിയിൽ അറിയാം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ മെത്തേഡ് ഈസ് ഫാർ സുപ്പീരിയർ. അതായത് കിട്ടിയ നോളജ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, യു ഗെറ്റ് ഫീഡ്ബാക്ക്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പുള്ളി എന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞേ, യു ആർ സച്ച് എ ലൗസി ടൈം മാനേജർ ദാറ്റ് യു ഹാവ് ഗോട്ട് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ്. ഞാൻ എപ്പോഴും ഇപ്പൊ ട്രെയിനിൽ 9:30 ഞാൻ 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. എനിക്ക് എപ്പോഴും ഞാൻ മീറ്റിങ്ങിന് ലേറ്റ് ആവാറില്ല. മനസ്സിലായില്ലേ? പഠിക്കാൻ ഞാൻ അന്നോട്ട് തുടങ്ങിയതാണല്ലേ. അതോടെ എനിക്ക് എന്റെ മോഡലിന്റെ അഫർമേഷനാണ് കിട്ടിയ പുള്ളിയുടെ നിന്ന്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ചില ആൾക്കാര് നമ്മുടെ അടുത്ത് പലതും അഡ്വക്കേറ്റ് ചെയ്യും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്ത വിജയിക്കും. അപ്പൊ ഒരു പുള്ളി എന്ത് പറഞ്ഞ പറയാം, പയ്യ അത് നല്ല ഐഡിയ ആണെന്ന്. ഞാൻ എന്റെ പോർട്ട്ഫോളിയോ പറഞ്ഞുതരാം, പയ്യ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത പൈക്ക് പൈസ ഇട്ടു. എനിക്ക് കമ്മീഷൻ തന്നെ ഉണ്ട്, കാരണം എനിക്ക് എപ്പോഴും കാശ് പോകുന്നു. അപ്പൊ ഈ ആന്റി പാറ്റേൺ ലേണിംഗ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രീത്തെ പിടികിട്ടിയ അല്ല, ഇപ്പൊ നമ്മള് ടോപ്പിക് മെസ്സേജ്. അപ്പൊ ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പലപ്പോഴും നമ്മള് ഓർഡർ ഉണ്ട്, എന്താ പറയാ, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മറ്റേ വേൾഡ് മാക്രോ ലെവലിൽ വർക്ക് ചെയ്യണേ. പക്ഷെ അവിടെയാണ് ഈ മോഡൽസും അത് ക്ലബ് ഹൗസിൽ ഒരാൾ പറഞ്ഞു, ഈ ആധുനിക ജീവിതത്തിലെ ജീവിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. പിന്നെ നിങ്ങൾക്ക് ഈ നഗരത്തിലൊക്കെ പോയി ജീവിക്കണമെങ്കിലൊക്കെ വേറെ ടെമ്പർമെന്റ് ഒക്കെ വേണം. അപ്പൊ നിങ്ങൾക്ക് ട്രൈബൽ ഇൻസ്റ്റിങ്ക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം പല തിയറീസും നമ്മൾ ട്രൈബ് ആയിരുന്നപ്പോൾ ഉള്ളവാ. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ആലുവിൽ താമസിക്കുന്ന വീടിന്റെ 2 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ആൾക്കാരായിട്ട് അവർ കേൾക്കേണ്ടത് എനിക്ക് സാങ്കേതിക ബന്ധമുള്ളൂ. അതായത് ജോൺ ബ്രിട്ടാസ് ആണ് പറയുന്നത്, ടെക്നിക്കൽ റിലേഷൻഷിപ്പ്. ഞാൻ ഫോണ് വഴി ശരത്തായിട്ടോ വൈശാഖായിട്ടോ അങ്ങനെ ഒരു 6-7 ഒരു 10-15 പേരായിട്ട് ഫോണിലെ ജീവിക്കണം. ഞാൻ ഐ ആം ഹൗസ്ഡ് ഇൻ ദാറ്റ് ലൊക്കാലിറ്റി, ബട്ട് ഐ ഡോണ്ട് ഹാവ് ആ ഒരു ഇതില്ല. ഇവിടെ കിട്ടിയ. അപ്പൊ നമ്മൾ പലപ്പോഴും എന്താ പറയാ, നമ്മുടെ ഇപ്പൊ അവൻ ജീവിക്കുന്ന അവിടെയാണ്, അപ്പോ അവൻ അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അല്ല, അപ്പൊ ഞാൻ ഈ മാക്രോ ലെവലിൽ വേൾഡ് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ജനറലൈസേഷൻ കപ്പാസിറ്റി വേണം. കാരണം സ്പെസിഫിക്സ് നിങ്ങൾക്ക് കിട്ടില്ല. ഇതിപ്പോ കോഡറായിട്ട് ഈഫൽസ് വാല്യൂ ഇപ്പൊ കാലങ്ങളോളം എഴുതാൻ കിട്ടിയതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് ജനറലൈസേഷനോടുള്ള മടി. അതിനെക്കുറിച്ച് ശരത്തിന് ഇതെന്താണ്? അല്ല, എൻവയൺമെന്റ് ഫോഴ്സ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ചേഞ്ച്. അതെ. അല്ല, അതുകൊണ്ടാണല്ലോ ആൾക്കാർ പെട്ടെന്ന് ഹാർഡ് കോർ ഡെവലപ്പേഴ്സിനെ കൺസൾട്ടിങ്ങിൽ ഇടുമ്പോൾ ഓൾ ഓഫ് എ സഡൻ വിത്തിൻ എ മാറ്റർ ഓഫ് കപ്പിൾ ഓഫ് മന്ത്സ് അവരുടെ ബോഡി ലാംഗ്വേജും തിങ്കിങ്ങും ഒക്കെ മാറുന്നത്. എനിക്ക് വേണേ ഈ മറ്റേ ടോപ്പ് ഡൗൺ തിങ്കിങ്ങിലോട്ടും മോഡൽ തിങ്കിങ്ങിലോട്ടും ഈ ജനറലൈസ് ചെയ്യാനുള്ള മടി വരുന്നത് മറ്റേ അതാ പറഞ്ഞേ, ഞാൻ ഭയങ്കര പണ്ട് ഈ മലയാള ഭാഷയിൽ ഒരു പദമൊക്കെ ഉണ്ട്, ഈ പഴയ ഉപനിഷത്തൊക്കെ പുറക്കാട്ട് ഗോവിന്ദമേനോൻ ഒരു ഉത്തമ പണ്ഡിതനായിരിക്കുന്നത്. ഈ പണ്ഡിതൻ ഇങ്ങനെ ഭയങ്കര ഒരു എക്സാക്റ്റിറ്റ്യൂഡ് ഈ എക്സ്പേർട്ടിന്റെ നിന്നും സ്കോളറിന്റെ നിന്നും പ്രതീക്ഷിക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ വി ആർ ട്രൈങ് ടു, അല്ലെങ്കിൽ പറഞ്ഞുതരാം, കോഗ്നിറ്റീവ് ക്ലോഷർ എന്ന് പറയും. അതായത്
നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു മിഥ്യയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു വിഷയത്തിലും ഇപ്പൊ മാത്തമാറ്റിക്സ് 100,000 മാൻ ഇയേഴ്സ് എഫേർട്ട് ഉണ്ട്. 100 ഇയേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പൊ യു കനോട്ട് സ്റ്റഡി മോസ്റ്റ് ഓഫ് ദി മാത്തമാറ്റിക്സ് ഔട്ട് ദർ. ഇപ്പൊ ഈ മറ്റേ ഇന്ത്യയിലൊന്നും നടന്നിട്ടില്ല എന്ന് പറയും. പക്ഷെ 5000 കൊല്ലത്തെ ഇന്ത്യയുടെ മാത്തമാറ്റിക്കൽ കോൺട്രിബ്യൂഷൻ പഠിക്കാൻ IIT-യിൽ 44 ലെക്ചറാണ്. അതിന്റെ അത് ഒന്ന് സർഫസ് തൊട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഈ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് തന്നെ എടുക്കുക. നമ്മളിപ്പോ ഒരു ചർച്ചയ്ക്ക് വരുമ്പോ എനിക്ക് കുറച്ചറിയാം, ശരത്തിന് കുറച്ചറിയാം, ശ്രീത്തിന് കുറച്ചറിയാം. പക്ഷേ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു നോക്കിയിട്ടുണ്ടോ? കളക്റ്റീവ്ലി വി ഹാവ് പ്രൊഡ്യൂസ് ബിഗ് തിങ്സ്. അപ്പൊ ഡാനിയൽ ഡെന്നറ്റ് ഒരു പുള്ളിയുടെ ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയയിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ശ്രീത്തിന് 10 പ്രാവശ്യം അടുപ്പിച്ച് ടോസ് ചെയ്യിക്കുന്ന ഒരുത്തിനെ കാണണം. 10 പ്രാവശ്യം എനിക്ക് മനസ്സിലായില്ല. 10 പ്രാവശ്യം അടുപ്പിച്ച് ടോസ് ജയിക്കുന്നവർ. സൗരവ് ഗാംഗുലി 9 പ്രാവശ്യം കണ്ട് ജയിച്ചിട്ടുണ്ട് ടോസ്. ഡാനിയൽ ഡെന്നറ്റ് പറഞ്ഞത് എളുപ്പമാണെന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് 1024 വരെ വിളിച്ചിട്ട് ഒരു നോക്കൌട്ട് ടൂർണമെന്റ് എടുത്ത ടോസിങ്ങിന്റെ. അപ്പൊ ഫസ്റ്റ് ടോസ് കഴിയുമ്പോ 512 പേര് ജയിക്കുമോ? അതെ, 50% ചാൻസ് ഉള്ളതുകൊണ്ട് അതാണോ? അല്ല, 50% ആൾക്കാർ ജയിക്കും. അടുത്ത 50% വരുമ്പോ എത്ര 256 ആൾക്കാരുടെ മാച്ചായി. പിന്നെ അത് 128 ആവും. അങ്ങനെ ജയിക്കുന്നവൻ 10 പ്രാവശ്യം അടുപ്പിച്ച് ടോസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ പ്രശ്നം എന്താണ്? ഒരു ട്രയൽ കഴിഞ്ഞിട്ട് അടുത്ത ട്രയലിൽ വേറെ ആളായിരിക്കും വിൻ ചെയ്യണം. പക്ഷെ കളക്റ്റീവ്ലി വി ആർ പ്രൊഡ്യൂസിങ് ഇറ്റ്. അപ്പൊ അല്ല, അതെനിക്കൊരു ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. അത് കിട്ടിയ എനിക്കത് മനസ്സിലായില്ല. 1024 പേരുള്ള ഒരു ഇപ്പൊ 11 പ്രാവശ്യം അല്ലെങ്കിൽ വേണ്ട 12 പ്രാവശ്യം ടോസ് ചെയ്യിക്കണം. 4096 പേരെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവരും. അപ്പൊ അവിടെ 2048 മാച്ച് നടക്കുമോ? ടക്ക് ടക്ക് എന്നടിക്കും. അപ്പൊ 2048 ആയി. പിന്നെ 1024 മാച്ച് എടുക്കുമോ? അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വിന്നർ 12 പ്രാവശ്യം ടോസ് ചെയ്തിട്ടുണ്ടാവും. അവസാനത്തെ ഒരാളല്ലേ? ഡിറ്റർമിനിസ്റ്റിക്കലി കണ്ടുപിടിക്കാന്ന് പറയണേ. അത് അയാളെപ്പോ തന്നെ ജയിക്കണം, എപ്പോഴും ജയിക്കണം. കറക്റ്റ് ആണല്ലോ. അയാൾ ജയിക്കുമല്ലോ, ഏതെങ്കിലും ഒരാൾ ജയിക്കും. ജയിച്ചാൽ 10 പ്രാവശ്യം ടോസ് ചെയ്തിട്ടുണ്ടാവും. അല്ല ശ്രീത്ത്, ഇത് മറ്റേ സംഭവമാണ്. അതായത് ഒരു ഇൻസ്റ്റൻസിന്റെ പ്രോബിലിറ്റി അടുത്തതിൽ ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ്. ഇൻഡിപെൻഡൻസ് അത് അല്ല. അപ്പൊ അല്ല, നമ്മളവിടെ കോയിൻ ഇപ്പൊ ലോഡഡ് ആണെങ്കിലും അല്ലെങ്കിലും സംബടി വിൽ വിൻ. ജയിക്കുന്ന 12 ടോസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ്. 12 ടോസ് വിൻ ചെയ്തിട്ടുണ്ടാവും. അതായത് അവിടെ കാണിക്കുന്നത് ഇൻഡിവിജ്വൽസ് വോണ്ട് ബി ഏബിൾ ടു ആൻ ഇൻഡിവിജ്വൽ വോണ്ട് ബി ഏബിൾ ടു ടെൽ എ പ്രയോറി ദാറ്റ് ഐ വിൽ വിൻ ദാറ്റ്. പക്ഷെ കളക്റ്റീവ്ലി വി ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ്. അപ്പൊ ഈ ചർച്ചയൊക്കെ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കിയേ. ചർച്ചയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീലിംഗ് അല്ല കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവണേ. മനസ്സിലായില്ലേ? ചിലപ്പോ ഈ അനക്ഡോട്ട് ഞാൻ എന്റെ ബുക്ക് ഏതാന്ന് മറന്നു പോയിട്ടുണ്ടാവും. ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ, ഡാനിയൽ ഡെന്നറ്റ്. ഓക്കെ, അപ്പോ അതിലാണ് അത് ഞാൻ എൻകൗണ്ടർ ചെയ്തത്. അപ്പൊ അതെനിക്ക് കിട്ടിയ ഗുണം പറഞ്ഞുതരാം. ഈ മെഷീൻ ലേണിംഗ് ഇങ്ങനെ ഈ മറ്റേ കുലം കുത്തി വാഴുന്ന സമയം ഉണ്ടായിരുന്നു 2015 to 20. അപ്പൊ ഒരു വിളി പറഞ്ഞു, അമേരിക്കയിലെ ഇലക്ഷൻ 50 സ്റ്റേറ്റിന് ഒരാളെ എക്സാക്ട്ലി പ്രഡിക്റ്റ് ചെയ്തു. ശ്രീത്ത് അത് കേട്ടിട്ടെന്ന് തോന്നി? ഹലോ, അയാൾ ലക്കിയാണ് എന്ന് തോന്നി. 50 സ്റ്റേറ്റിന് എക്സാക്ട്ലി അയാൾ ലക്കിയാണ്. അതാണ് ഞാൻ അല്ല, അവിടെ അതല്ല നടന്നേ നിങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട. USTക്ക് ഒരു ഫൗണ്ടേഴ്സ് ഹോൾ ഉണ്ട്. അവിടെ സാജൻ പിള്ള അടുത്ത് പറയാ ഒരു 100 പേരെ സെലക്ട് ചെയ്യാൻ. എന്നിട്ട് 50 ഡാർട്ട് എറിയാം. ഒരാള് ഒരു 50 പാരഗ്രാഫ് വെക്കുന്നുണ്ട്, അതിന്റെ ഡാർട്ട് എറിയാൻ പറയാം. അപ്പൊ ഓരോരുത്തരുടെ പാത്ത് ട്രേസ് ചെയ്യില്ലേ? അതിന്റെ ഒരു കളർ ഇടുക. അങ്ങനെ നിങ്ങൾ ഒരു 100 വരെ കഴിയുമ്പോ നിങ്ങൾ റിസൾട്ട് വേണതോ ഓവർലേ ചെയ്യാം. 1, 2 മുകളിലായിരിക്കും. അതാണെന്ന് അവിടെ. പക്ഷെ അത് അവന്റെ കഴിവായിട്ട് കാണിച്ചു.
ഈ മത്സരം അവിടെയാണ് അതിന്റെ ലോജിക്ക് ഇരിക്കണത്. ഇവിടെ കിട്ടിയ ഓക്കെ. അല്ല അപ്പോ ഈ അല്ല നമ്മൾ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൺവെൻഷണൽ ബൈ വാല്യൂഡ് ലോജിക്കും ഈ പല തിയറീസ് ഒക്കെ നമുക്ക് അടിച്ചിടാൻ പറ്റും. കാരണം മാസ് ഫിനോമിന വരുമ്പോ എമർജൻസ് ഉണ്ട് അവിടെ. ആ എമർജൻസി കണക്കി കൂട്ടാതെ തിയറി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? ഫിനാൻസില് നിങ്ങളൊരു എഫിഷ്യന്റ് മാർക്കറ്റ് തിയറി എന്ന് പറയുന്ന തിയറി ആയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ശ്രീത്തെ? എഫിഷ്യന്റ് മാർക്കറ്റ് തിയറി കട്ടായി പോയോ? ഇല്ല 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 പ്രസിദ്ധീകരിക്കാൻ കേട്ടിട്ടില്ല. EMH പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനി കൈൻഡ് ഓഫ് പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ the current price includes all the previous prices. മനസ്സിലായോ? പിന്നെ പറയുന്നത് any publicly available information is already factored into the price of the project. അപ്പൊ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ചെയ്തിട്ട് കാര്യമില്ല. ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് തിയറി പറയുന്നത്. യൂജിൻ ഫാമ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇത് ചെയ്തത്. അത് അവർക്ക് 2013 നോബൽ പ്രൈസ് കിട്ടിയതാ. ഓക്കെ, അത് മര്യാദയ്ക്ക് പഠിച്ചു ഒരുത്തൻ സ്റ്റോക്ക് മാർക്കറ്റില് ധൈര്യം കാണിക്കുവോ? ഇല്ല. ബട്ട് സ്റ്റിൽ പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ്. അതിന്റെ ഓപ്പോസിറ്റ് പറയട്ടെ. ഇത് പ്യുവർ മാത്തമാറ്റിക്കൽ സെൻസിലാ പറയണത്. അതായത് മറ്റേ എല്ലാ ആൾക്കാരും റാഷണൽ ആണെന്നുള്ള അസംഷന്റെ പുറത്ത് തന്നെ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ബൗണ്ടഡ് റാഷണാലിറ്റി അപ്പുറത്തൊന്നും തന്നെയുണ്ട്. അതായത് മിസ്പ്രൈസിങ് അതിപ്പോ അവിടെയാണല്ലോ ഈ ഷെയർ മൂവ്മെന്റ് വെച്ചിട്ടുള്ളതാണ്. ആൾക്കാരുടെ അസംഷൻ എടുക്കുന്നുണ്ട്, പ്രിമൈസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള. അതൊരു പ്രിമൈസ് അല്ല. അതല്ല, നമ്മ മെഷറബിൾ വാല്യൂസ് വെച്ചിട്ട് മാത്രമാണ് ഷെയർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ആർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, മെഷറബിൾ അവിടെ റാൻഡംനെസ് ഉണ്ടെന്ന് അവർ അസ്യൂം ചെയ്യുന്നുണ്ട് അവരുടെ മോഡല്. ടെക്നിക്കൽ അനാലിസിസിൽ അതാണല്ലോ. അല്ല, റാൻഡംനെസ് മാത്രമല്ല, ആൾക്കാരുടെ ഒരു ബിഹേവിയറൽ സംഭവങ്ങളും കൂടി വരുമല്ലോ. അല്ല, അത് ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഗ്രീഡ് ഉണ്ടാവും എന്നാണോ പറയണേ? ഇൻഡിവിജ്വൽസിന് സമ്മതിച്ചു ഉണ്ടാവാൻ പാടില്ല ഐഡിയലി. അല്ല, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ ഗ്രീഡ് തന്നെ? അവരുടെ അൽഗോരിതം അല്ലേ ട്രേഡ് ചെയ്യണേ? അവരുടെ അസംഷൻസ് റോങ് ആവാനല്ലേ ചാൻസ് ഉള്ളൂ. അതെ. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാറില്ല. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ വേറൊരു ഇപ്പൊ നമ്മളിപ്പോ ഞാൻ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് പറഞ്ഞു. ബിഹേവിയർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ പർപ്പസ്ഫുള്ളി പ്രൈസ് ഡ്രൈവ് ചെയ്യാൻ ഇത് ഷെയർ ഡംപ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലോ? അല്ല, അതിന്റെ പോർട്ട്ഫോളിയോ മാനേജറിന്റെ ഇംഗിതം അനുസരിച്ചിരിക്കും അയാൾ എന്തോരം പ്രോസ് ചെയ്യുന്നത്. പക്ഷെ മിക്ക മ്യൂച്വൽ ഫണ്ടിന്റെ മറ്റൊരൊന്നും ചെയ്യാറില്ല. അതല്ല, നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഷെയറിന്റെ മെജോറിറ്റി ഒരാളുടെ അടുത്ത് ഇല്ല എന്നുള്ള അസംഷനില്ല, അയാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിലാണ്. അത് ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അല്ല, ആ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് സേ ഉണ്ട്. കാരണം അവർക്ക് പ്രൈസ് കൂട്ടാനും കുറയ്ക്കാനും മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് സമ്മതിച്ചു. പക്ഷേ ഞാൻ അതിന് ഒരു മൂന്നാമതൊരു തിയറി ഉണ്ട്, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി മുന്നിലോട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നു, നിങ്ങൾ ബിഹേവിയറൽ ആംഗിൾ കൊണ്ടുവന്നു. ഓക്കെ, ബിഹേവിയറൽ ഫിനാൻസിന്റെ നമുക്ക് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പറഞ്ഞത് എന്താണ്? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഒരു പൂൾ ഉണ്ടാക്കുക, ആ പൂളില് ഷെയർസ് സെലക്ട് ചെയ്യുക. കുറെ ഷെയർസ് തന്നെ അവർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോൺട്രാ വേരിയന്റ് ഷെയർസ് എടുക്കുക, പിന്നെ കുറച്ച് ഷെയർസിന്റെ പ്രൈസിന്റെ അപ്രീസിയേഷനിൽ നമുക്ക് മാർജിൻ കിട്ടുമെന്നുള്ള ലോങ് ടേമില് ഈ പോർട്ട്ഫോളിയോ അനാലിസിസിന്റെ സാധനം. അപ്പൊ അവരാണ് ബൾക്ക് ഓഫ് ദി ട്രേഡ്. ഇപ്പൊ സ്പെക്കുലേറ്റീവ് ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇവിടെ
അപ്പോ അപ്പൊ ഇൻഡിവിജ്വൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷെ ചില ഷെയറിൽ ഇട്ടാൽ, ലോങ് ടേമിൽ ഇട്ടാൽ ആ കമ്പനിയുടെ ഫണ്ടമെന്റൽ ഗ്രോത്തിന് ഗുണമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ പറയണത്. ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ഒരു തൊഴിലായിട്ട് എടുക്കണതിന് എതിരാണ്. മനസ്സിലായ? അതായത് മറ്റവരില്ലേ, ഈ ബ്രോക്കേഴ്സും അവരെ എൻകറേജ് ചെയ്യും. അവർക്ക് ട്രേഡ് കൂടുമ്പോൾ അവർക്ക് പൈസ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയണേ, കാലിഫോർണിയ ഗോൾഡ് റഷില് സ്പേഡ് ഉണ്ടാക്കി കൊടുത്തവനെ കാശ് ഉണ്ടാക്കിയേ. അപ്പോ ബ്രോക്കേഴ്സ് ഓർ intermediaries will always, institutions who operate it will always make money. ഒരു അതായത് അവിടെയാണ് മറ്റേ മെറിൽ ലിഞ്ചിന്റെ പീറ്റർ ലിഞ്ച് പറഞ്ഞ ഒരു മങ്കി ഹു ക്യാൻ ത്രോ ഡാർട്ട് ക്യാൻ മേക്ക് മോർ റിട്ടേൺ ദാൻ ആൻ എക്സ്പെർട്ട് എന്ന്, ഇയർ ഓൺ ഇയർ. അപ്പൊ ഞാൻ അതിനെ ഇപ്പൊ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഞാനൊരു പെർസ്പെക്റ്റീവ് വെച്ചാണ് ഇപ്പൊ നമ്മൾ ഈ 3 ആനക്ടോട്ട്, അതായത് ബിഹേവിയറൽ ഫിനാൻസിന്റെ ആംഗിൾ, അതായത് മാൻ ഈസ് നോട്ട് റാഷണൽ, ബൗണ്ടഡ്ലി റാഷണൽ ആണ്, ഇമോഷൻസ് പ്ലേ ചെയ്യും. അതിനെപ്പറ്റി ഹാർഡ് ബോഡി ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്. പിന്നെ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്, ഈ മറ്റേ ലോങ് റണ്ണിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കാത്തതിന്റെ അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. പിന്നെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, നിങ്ങൾക്ക് റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും മറ്റേ മാർക്കറ്റിൽ ഒരു പോർട്ട്ഫോളിയോ അപ്രോച്ച് എടുത്താൽ. പിന്നെ പോർട്ട്ഫോളിയോ അപ്രോച്ചിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാഭം ഉണ്ടാക്കുന്ന ഷെയർ വിറ്റിട്ട് നഷ്ടം ഉണ്ടാക്കുന്ന ഷെയർ വാങ്ങിക്കാന്നുള്ള ഒരു പാരഡോക്സ് ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? അത് എത്ര പേർക്ക് മനസ്സിലാവും? നീ എന്താ പൊട്ടത്തരാണ് പറയണേന്ന് പറയും. അപ്പൊ ആ മോഡലിനാണ്, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം, ആ മോഡലിനാണ് അവിടെ വാല്യൂ. ആ മോഡൽ അവര് പാസ്റ്റ് ഡാറ്റയിൽ നിന്ന് ശരിക്കും ഇൻജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിൽ ദേ ക്യാൻ ഗോ റോങ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്പോ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ കസ്റ്റമേഴ്സിന് പറ്റും. അതാണ് ഇൻഷുറൻസ് കമ്പനികളും മറ്റേതൊക്കെ ചെയ്യുന്നത്. അല്ല, അപ്പൊ നമ്മുടെ ഉദ്ദേശം അതല്ല. ഞാൻ പറഞ്ഞ വെച്ചാല് ഞാൻ എങ്ങനെയാണോ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്ന് മറന്നുപോയി. മാസ് ഫിനോമിനാസ് വർക്ക് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ചിന്തിക്കുന്ന രീതിയിലല്ല എന്നാണ് എന്റെ വാദം. അല്ലേ? അപ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്, ബിഹേവിയറൽ ഫിനാൻസ്, മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ നോളജ് ഇല്ലാതെയും പൈസ ഉണ്ടാക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു തൊഴിലായിട്ട് എടുക്കാൻ റിസ്ക് ആണ് എപ്പോഴും സ്റ്റിൽ. അതിപ്പോ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് തൊഴിലായിട്ട് എടുക്കുന്ന ഒന്നാണോ? അപ്പൊ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ ഇതൊന്നും വേണ്ട, നിങ്ങൾ വെറും പ്രൈസ് മൂവ്മെന്റ് നോക്കിയാൽ മതിയായിരിക്കും. പക്ഷെ എനി കൈൻഡ് ഓഫ് ഇപ്പൊ ഞാൻ ഒരു കേസ് പറയട്ടെ. ഈ റീസെന്റ് നടന്ന, അതായത് റീസെന്റ് നടന്നതല്ല, അതിന് മുമ്പ് നടന്നത്, മറ്റേ അദാനി ഗ്രൂപ്പിന്റെ സംഭവം വന്നല്ലോ. ആദ്യത്തെ തവണ ഷെയർ താഴെ പോയത്. അപ്പൊ അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഇവരുടെ കണക്കില് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയും, അതെ അവര് കണ്ടുപിടിക്കുകയും അവര് ഷോർട്ട് ചെയ്തിട്ട് ന്യൂസ് ലീക്ക് ചെയ്യുക ചെയ്തത്. അപ്പൊ അതെ, അപ്പൊ അത് പക്കാ മാനിപ്പുലേഷൻ ആണല്ലോ. അത് നോർമൽ നമ്പേഴ്സിനെ വെച്ചിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനത്തെ സ്ട്രാറ്റജീസ് വരുമ്പോൾ അതില് ഇൻവെസ്റ്റ് ചെയ്യുന്ന റീറ്റെയിൽ ആളുടെ കാശ് പോകും. ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചിലപ്പോ റിക്കവർ ചെയ്യണമെന്നില്ല. അപ്പൊ അദാനി ആയതുകൊണ്ട് മറ്റേ പറ്റിയത്. അല്ല, അപ്പൊ ഞാൻ അങ്ങനത്തെ ഇപ്പൊ ഒരു 20 കൊല്ലം മുമ്പ് ക്രോസ് ബോർഡർ മാനിപ്പുലേഷൻ അത്ര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റും. ഈ മുകേഷ് അംബാനി ഒന്നും പുറത്ത് കമ്പനി തുടങ്ങാത്ത എന്താണെന്ന് അറിയാമോ? ഇവിടെ ഫിനിഷ് ചെയ്യും. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇരട്ടത്താപ്പില്ലേ? അദാനി അംബാനി മറ്റേ പൈസ ഉണ്ടാക്കിയ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പ്രശ്നമാവും. യൂസഫ് അലിയുടെ അടുത്ത് പ്രശ്നമില്ല, കോയമാരെ പേടിച്ചിട്ട്. അത് മനസ്സിലായില്ലേ? പക്ഷേ ഈ മറ്റേ ഗുജറാത്തി ബേസിസ് കാണിച്ചിട്ട് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ് അത്. മനസ്സിലായില്ലേ? അപ്പോ അതില് ആൾക്കാർ, പക്ഷെ അംബാനി അദാനിയും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ, കാരണം ഈ അംബാനി അദാനി ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയത് കോൺഗ്രസ്സുകാരുടെ കാലഘട്ടത്തിലാണ്. മനസ്സിലായില്ലേ? ആൾക്കാർ അപ്പൊ ഇങ്ങനത്തെ കുറെ അപ്പൊ അവിടെയൊക്കെയാണ് ഈ ലോജിക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പൊ നന്നായിട്ടാ ഹിൻഡൻബർഗിന്റെ ഇത് വന്ന്. ഞാനിവിടെ ഉദ്ദേശിച്ചതല്ല.
മാസ് ഫിനോമിന പലതും കോൺസ്പിറസി തിയറി അല്ല, നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു ഇൻസ്റ്റൻസസ് ആ പറഞ്ഞേ. പൊതുവെ കുറെ അസംഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ആമസോൺ, ഗൂഗിൾ, ഇന്ത്യ എന്ന് വർക്ക് ചെയ്യുന്നവര് പൊതുവെ പുസ്തകം എഴുതണ കാണാറില്ല. പുസ്തകം എഴുതുന്നത് തോട്ട് വർക്ക്സും മറ്റേ അങ്ങനെ പല കമ്പനികളിലുള്ള ആൾക്കാരൊക്കെ. അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആമസോണിലെ ഈ ഒരു പ്രത്യേകതരം, അതായത് അവരൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാച്ചുറൽ സ്ലേവ്സിനെ ഉണ്ടാക്കാന്നാണ് എന്റെ ഹൈപ്പോത്തസിസ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസൂയാന്ന് പറയും, മറ്റേതാന്ന് പറയും. പക്ഷെ അതൊരു ട്രൂത്ത് ആണല്ലോ അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ എങ്ങനെയാ നമ്മൾ ഫാക്ടർ ഇൻ ചെയ്യും? ഡിസ്കഷൻസിലും മാത്രമല്ല നമ്മുടെ ചിന്തയിലും. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ മാനിപ്പുലേറ്റ് അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഈ ഇവൻ ദോ വി സ്റ്റാർട്ടഡ് ഔട്ട് ആസ് ഒരു ഫണ്ടമെന്റൽ ബോട്ടം അപ്പ് ആണെങ്കിലും ഇപ്പൊ മോഡൽ തിങ്കിങ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോ ആക്ച്വലി ഇതിലെല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ 3 മോഡല്, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, മറ്റേ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്, ഈ 3 മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ വേറെ രീതിയിൽ കാണും. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഓക്കെ ഒരു ഇപ്പൊ ഈ പല കാര്യങ്ങളിലുള്ള നോളജ് നമുക്ക് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് കൂടി മനസ്സിലാക്കാൻ സഹായിക്കും. ഇറ്റ് വോണ്ട് ഹെൽപ്പ് അസ് ടു മേക്ക് മണി പെർ സെ. ഇവിടെ കിട്ടിയ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളൊരു ആക്ഷൻ എടുക്കുകയാണ്, ഓക്കെ, അപ്പൊ അതിന് നടക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് പോവാം. പക്ഷേ മറ്റേ എന്താ പറയാ, ഈ ഇത് ചെയ്തില്ലെങ്കിലോ, മറ്റേ നടന്നില്ലെങ്കിൽ എന്താ നഷ്ടം എന്നുള്ളത് അറിയാൻ പറ്റില്ല. അത് ആൾക്കാർ കട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അതിപ്പോ ഞാൻ പറയട്ടെ, പ്രോഗ്രാമിങ്ങിലും ഉണ്ട്. ഇപ്പൊ .NET ജാവ അടിക്കാൻ പറയാണ്. അപ്പോ ജാവ അടിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഇത്ര കൊല്ലം ടൈം സ്പെൻഡ് ചെയ്തത് കൊണ്ടാണ് .NET ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോ അത്രയും ടൈം തന്നെ ജാവയെന്ന് ഇത് അടുത്ത തെങ്ങായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാൻ കുറെ ആൾക്കാരിലും എന്നിലും കണ്ടേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കില്ല് വിത്തിൻ എ മാറ്റർ ഓഫ് കപ്പിൾ ഓഫ് മന്ത്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ജാവയിലേക്ക്. പക്ഷേ ഈ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ ചോദിക്കാത്ത ഡാറ്റ പോയിന്റ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനില്ല. ഇനി ഇവനിഫ് ആ അറ്റംപ്റ്റ് ചെയ്താൽ തന്നെ ആ അറ്റംപ്റ്റിൽ കിട്ടുന്ന ഓണ്ടോളജിക്കൽ സ്ട്രെങ്ത് ഇല്ലേ, വിൽ മേക്ക് യു എ ബെറ്റർ .NET ഡെവലപ്പർ ഫോർ ഷുവർ. അപ്പൊ ഈ ജനറലൈസേഷനെ ബാധിക്കുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനത്തെ കാര്യത്തിന് ഡാറ്റ പോയിന്റ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ആനക്ഡോട്ടൽ എവിഡൻസേ ഉണ്ടാവുള്ളൂ. ആനക്ഡോട്ടൽ എവിഡൻസ് കറക്റ്റ് അല്ല എന്ന് അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഈ അത് മിസ്സാവുന്നതിനൊക്കെ ലാലെങ്ങനെ അക്കൗണ്ട് ചെയ്യും? അല്ല എളുപ്പമല്ല എങ്കിലും, പക്ഷെ എന്താണ് സൊല്യൂഷൻ? ഇപ്പൊ ഒരു ലാലിന് റിപ്പീറ്റഡ്ലി അനുഭവം ഒരു ഹെറ്ററോഡോക്സ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് ഒപ്പീനിയന് മാറി ചിന്തിച്ചപ്പോ ലാലിന് റിപ്പീറ്റഡ് ആയിട്ട് അഡ്വാൻറ്റേജ് കിട്ടി. ലാൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യോ ഇല്ലയോ? ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യും, പക്ഷെ അത് പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അല്ല, പബ്ലിക്കിന്റെ അക്സെപ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയാണ്ട് ഇപ്പൊ ലാലിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒരു കളക്റ്റീവായിട്ട് ഒരു 6-7 പേര് ചുറ്റും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ലാൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. ചെയ്താൽ ലാലിന് അത് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ലാൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോ അതെ, അത് കുറച്ചും കൂടി റിഫൈൻഡ് ആവുമല്ലോ. വേറെ തോട്ട് പ്രോസസും കാര്യങ്ങളൊക്കെ വരും, മോഡൽ റിഫൈൻഡ് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആയിരിക്കില്ല, പക്ഷെ സർട്ടൺ ഇനിഷ്യൽ കണ്ടീഷനിൽ ട്രൂ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ലാലിന്റെ കേസിൽ അത് വിജയിച്ചേ. അപ്പോ ഈ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മലയാളം ബെറ്റർ ആയി കഴിഞ്ഞാൽ ബെറ്റർ ഇംഗ്ലീഷ് ത്രൂ ബെറ്റർ മലയാളം. എനിക്ക് 10 ഇൻഫോർമൽ അഡ്വക്കേറ്റ്സിന് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ 7 കൊല്ലമായിട്ട് പറഞ്ഞു നടപ്പുണ്ട്. ലാലിന്റെ ടേക്ക് എന്താണ്? അങ്ങനെ ഒരു ക്ലെയിം വന്നു, മലയാളം ബെറ്റർ ആയാലും ഇംഗ്ലീഷ് ബെറ്റർ ആവും. അത് ശരിയായിരിക്കണം എന്ന് വെച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് ഗസ് ചെയ്യാം ഏത് ഗ്രൗണ്ടിലാണ് ആർഗ്യുമെന്റ്. ശ്രീജിത്തിന്റെ ടേക്ക് എന്താ?
എന്റെ ടേക്ക് ആയിരിക്കും പ്രസിദ്ധി. കാരണം എന്തായാലും ഇംഗ്ലീഷ് ബെറ്റർ ആയതുകൊണ്ട് ഇംഗ്ലീഷിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്റെ ഇംഗ്ലീഷ് ഒന്നും ബെറ്റർ ആവുന്നൊന്നുമില്ല. പക്ഷെ എന്റെ റൈറ്റിംഗ് ഇത്തിരി കൂടി പോളിഷ് ആയി. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്കത് പോസിബിളി ട്രൂ ആവാനുള്ള ഡേറ്റ ഉണ്ട്. കാരണം പ്ലോസിബിളി ട്രൂ ആണ്, പോസിബിളി ട്രൂ ആണ്. പോസിബിളി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലാംഗ്വേജ് ഭയങ്കര മോശമാണ്. അതെനിക്കറിയാം. കാരണം ഞാൻ പറയുന്നത് ഇത്തിരി കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും കുളവാറുണ്ട്. അപ്പോ എനിക്ക് തോന്നണത് എന്റെ റൈറ്റിംഗിന്റെ കേസിൽ, അതായത് ഞാൻ ബുക്ക് എഴുതിയ സമയത്തെ, കാരണം എന്റെ റൈറ്റിംഗ് അത്യാവശ്യം ഡീസന്റ് ആണ്. ഞാൻ എഴുതുന്നതും ഗ്രാമാറ്റിക്കലി അല്ല, ഞാൻ എഴുതാൻ എനിക്ക് കുറച്ച് ഇമാജിനേറ്റീവ് എലമെന്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്റെ റൈറ്റിംഗിൽ. അവിടെ അത് ഒരു സോറി ഫോർ ദ ഇന്ററപ്ഷൻ, അതപ്പോ നിങ്ങളുടെ റൈറ്റിംഗ് ഈ ഇമാജിനേഷൻ കൊണ്ടുവരെങ്കിൽ അത് പാസീവ് വോയിസിൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ഞാൻ വണ്ടറിയാണ്. പാസീവ് വോയിസ് തേർഡ് പാർട്ടി. ഞാൻ വെറുതെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഞാൻ എഴുതുന്നതിന് മുന്നേ എന്റെ പ്രോസസ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് ഇമാജിൻ ചെയ്യും. അതിൽ നിന്നുള്ള കഷ്ണം എടുത്തിട്ടാണ് ഞാൻ ഇതിലോട്ട് നാരേറ്റീവിലോട്ട് ഫിറ്റ് ഇൻ ചെയ്യുന്നത്. ഫുള്ളി എക്സാക്ട്ലി അതേപോലെയാണ്. അപ്പൊ അതാണ് എനിക്ക് ഒരു ലോങ് റണ്ണിങ് റൈറ്റിംഗിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇമാജിനേറ്റീവ് പവർ ഇല്ലെങ്കിൽ ഞാൻ എന്താ എഴുതിയെന്ന് മറന്നുപോകും. കാരണം ഞാനൊരു ജേർണി ഒരു 1.5 വർഷം കൊണ്ട് ചെയ്താണ്. അപ്പൊ എനിക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകുമ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കുറച്ച് ഹെൽപ്പ്, അങ്ങനെയുള്ള ഒരു കുറച്ച് ടൂൾ കിറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതില് എനിക്ക് ഇതില് ഈ സ്റ്റോറി അല്ല, അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇനേറ്റ് കാര്യങ്ങൾ സംസാരിച്ചത് മലയാളത്തിലാണ്. അതായത് പ്രോഗ്രാമിങ്ങിന്റെ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നതും ആ സമയത്ത് ഞാൻ മലയാളത്തിൽ നിന്നാണ്. അപ്പൊ അത് എഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് ഹെൽപ്പ് വന്നേക്കുന്നത് കുറച്ച് ജാർഗൺസ് ഉപയോഗിക്കാൻ വേണ്ടി പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്തിരി കമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല ഇംഗ്ലീഷ് വെച്ചിട്ട്. അല്ല, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ഇപ്പൊ ഇത് നമ്മുടെ 44ാമത്തെ വീഡിയോ കണ്ട ഈ 44 വീഡിയോ ഇംഗ്ലീഷിൽ പിടിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നമുക്ക് എന്തായാലും ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നണില്ല. പാതി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവൂല, ഞാൻ വിട്ടുപിടിക്കും, പിന്നെ ബോറടിക്കാം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാം. പക്ഷെ എനിക്ക് സ്റ്റോറീസ് കുറെ കൂടുതൽ ലോജിക്കൽ ഇതിലോട്ട് അതവിടെ ഉണ്ട്, മനസ്സിലായി, ഞാൻ മറന്നു പോണില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് വയേർഡാണ് എന്റെ ബ്രെയിനിൽ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാനവിടെ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ചർച്ച അതായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനത്തെ ക്ലെയിംസ് വരുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലോജിക്കലി പഠിക്കണം, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേദാന്തം പഠിച്ചാൽ ബുദ്ധി കൂടും, വേദാന്തം പഠിച്ചാൽ ബുദ്ധി കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തല്ലാൻ വരും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, മനസ്സിലായേ? അപ്പൊ മറ്റേ ഒരു സയൻസ് ബേസ്ഡ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിടിയോ? ഹലോ, ആരും കേൾക്കുന്നില്ലല്ലോ. കേൾക്കാം. അപ്പൊ സയൻസ് ബേസ്ഡ് റാഷണലിസം പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. അല്ല, ഞാനിത് ജനറലൈസ് ചെയ്തിട്ടില്ലല്ലോ സ്ഥിതി. കാരണം എന്റെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് ജനറലൈസ്ഡ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഡേറ്റ ഇല്ല. ബട്ട് ഇറ്റ് ഹാസ് ഹെൽപ് മീ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് എന്റെ ഫൗണ്ടേഷണൽ ഇംഗ്ലീഷ് അത്ര അടിപൊളിയല്ല. പക്ഷെ അത് നിങ്ങളുടെ മാത്രമല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കാലങ്ങളോളം ഇംഗ്ലീഷ് മാനായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായേ, എനിക്ക് ഇംഗ്ലീഷിൽ നിന്നുള്ള മാറ്റം കിട്ടിയത് രവീന്ദ്ര മാഷാരനാണ്. എനിക്ക് ഞാൻ പറയട്ടെ, പണ്ട് മുതലേ ഈ ഡൗട്ട് ഇപ്പൊ ഇംഗ്ലീഷ് വാസ് ദി ഓൺലി വേ ടു ഗോ അപ്പ് ഇൻ മൈ ടൈം, മനസ്സിലായില്ലേ? അന്ന് പ്രോഗ്രാമിംഗ് ഒന്നും വന്നില്ല. അപ്പൊ ഇംഗ്ലീഷ് ബെറ്റർ ആയിട്ട് സംസാരിക്കണം, ബുദ്ധിമാനാണെന്നുള്ളൊരു കാലഘട്ടം. അപ്പൊ കേരളത്തുകാർക്കാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കാണെങ്കിൽ കൊങ്ങണി ആയതുകൊണ്ട് മദർ ടങ് ഇൻഫ്ലുവൻസിന്റെ ഇത് അന്ന് അധികം ഉണ്ടായില്ല, മനസ്സിലായില്ലേ? പിന്നെ ആൾക്കാരെ ഞാൻ മലയാളിയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ്. പക്ഷെ റിലേറ്റീവ്ലി
എനിക്ക് MT അന്ന് മദർ ടങ് ഇൻഫ്ലുവൻസിൽ സംസാരിക്കുന്നു, അതൊക്കെ ഒരു അപമാനമായിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. മനസ്സിലായ? അതെ. ദ ഹിന്ദു ന്യൂസ് പേപ്പർ വരുത്തുക, ഇന്ത്യൻ എക്സ്പ്രസ് വരുത്തി വായിക്കുക. ഞാൻ അങ്ങനെ പോയി ടൈംസ് ഓഫ് ഇന്ത്യയും നവഭാരത് ടൈംസ് വരെ വായിക്കുമായിരുന്നു. മനസ്സിലായ? അപ്പൊ ഒരു എല്ലാവരുടെ ലൈഫിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നോളജ് അക്വിസിഷൻ ഫേസ് ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ലാംഗ്വേജിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധി കൂടില്ലാന്ന്. പ്രോഗ്രാമിങ്ങിലൊക്കെ അത്ര, കാരണം നിങ്ങൾ എന്ത് പറ്റും, നിങ്ങളുടെ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മറികടക്കും പല ഹർഡിൽസും. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾ കോഡ് ചെയ്ത് കാണിക്കണം പലതും. ശരിയാണോ? യു വിൽ ഹാവ് ഇറ്റ് ഈസി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ലാംഗ്വേജിന്റെ ഫോക്കസ് കളയാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 2-3 കൊല്ലം ഞാൻ ലാംഗ്വേജിന്റെ പുറകിൽ ഓടിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ. പക്ഷെ അന്നും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് മലയാള പുസ്തകം വായിച്ച് മറ്റേ ആലോചിക്കുമ്പോ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മറ്റേ വൊക്കാബുലറി കൂടി നിയറസ്റ്റ് നൈബറിനെ തലക്കടിക്കാനുള്ള നോളജ് ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് തൊട്ടടുത്തവനെ ധ്വംസിക്കാനാണെങ്കിൽ ഇംഗ്ലീഷിന്റെ നോളജ് കൂട്ടുക. കാര്യം അറിയണമെങ്കിൽ മലയാളം വേണമെന്ന് എനിക്ക് അന്ന് തന്നെ അറിയാം. ഇത് പുറത്തു പറയാൻ പേടിയാ. അപ്പൊ ആദ്യം പറയണത് നീ മലയാളം മീഡിയത്തിൽ പഠിച്ചായിരിക്കും എന്നുള്ളത്. ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ചവർ പിന്നെ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷിനൊപ്പം ഇംഗ്ലീഷുകാർക്ക് എത്താൻ പറ്റില്ല, കോട്ട് ഇംഗ്ലീഷുകാർക്ക് എത്താൻ പറ്റില്ല. അപ്പോ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ ഏതാ പറഞ്ഞോ. അല്ല, സാറ് പറഞ്ഞില്ലേ ഈ നല്ല ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മുടെ എന്താ സാറിന്റെ ഭാഷയിൽ വെർണാക്കുലർ ലാംഗ്വേജിൽ നല്ല പ്രാവീണ്യം വേണമെന്നുള്ള സാറ് പറഞ്ഞു. അതെ അതെ. അല്ല, പക്ഷെ ഞാൻ അല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇതൊരു. അല്ല, അത് നിങ്ങൾക്ക് അവരുടെ ഓണ്ടോളജിക്കൽ സ്ട്രെങ്ത് ജഡ്ജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവരുടെ ഡെലിവറിനെയാണോ സ്നേഹിച്ചേ? അവരുടെ ഡെലിവറിനെയാണ് ഉദ്ദേശിച്ചേ? അവരുടെ ഇപ്പൊ ഞാൻ അത് അവരുടെ ഡെലിവറിയും പ്ലസ് എന്താ അവരുടെ കവലരുടെ റേഞ്ച് ആയാലും. PhD പഠിച്ചവരെയാണ് ഞാൻ സമ്മതിച്ചത്. ഓഫ് കോഴ്സ് ഉണ്ടാവും. PhD അല്ല, അത് ഞാൻ സാറിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ ആൻസെസ്റ്റർ ബ്രിട്ടീഷ് ആളൊക്കെ ആയിരുന്നു. പക്ഷെ മലയാളി തന്നെയാണ്, എൻ്റെ ഒപ്പം പഠിച്ചതാണ്. പക്ഷെ നമുക്ക് പിന്നെ ഇത് റെക്കോർഡിംഗ് ആയതുകൊണ്ട് യൂട്യൂബ് വീഡിയോ അതിനെ കുറിച്ച് നമുക്ക് ഓഫ്ലൈൻ സംസാരിക്കേണ്ടി വരും. ഞാൻ എടുത്തു തരാം. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു 3-4 പേര് എൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് മലയാളം വീക്കാണ്. 3-4 പേര് അവര് ഭൗതിക മണ്ഡലത്തിൽ ശുഷ്കമായിരിക്കും എന്നുള്ളത് ഞാൻ ഇവിടെ റൈറ്റിംഗിൽ തരാം, എഴുതി ഇങ്ങനെ ഒപ്പിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഒപ്പിട്ട് തരാം. ഭൗതിക മണ്ഡലത്തിൽ അവർ ശുഷ്കമായിരിക്കും. ശുഷ്കം എന്ന് പറയുന്നത് ലീൻ. They are delivering on focus. See, ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഈ അൺലെസ് അതർവൈസ് ഒരു സെട്രിസ് പാരിബസ് ഉണ്ട് അവിടെ. അതർ തിങ്സ് ബീങ്, ഞാൻ ഇവിടെ അൺഈക്വൽ ആയിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് മാത്തമാറ്റിക്സ് ആണോ? മാത്തമാറ്റിക്സ് അല്ല, പക്ഷെ ഫിസിക്സിൽ കേരള ടോപ്പർ ഒക്കെ ആയിരുന്നു ICSE. അല്ലല്ല, എനിക്ക് അത് ഞാൻ പറയട്ടെ, ഐ ഡോണ്ട് തിങ്ക്, ഞാൻ കുറെ നോക്കി. അതായത് ഇപ്പൊ ഈവൻ ജർമ്മൻ സ്പീക്കിംഗ് ആൾക്കാര് ഇംഗ്ലീഷ് സംസാരിക്കണതിന്റെ ബുദ്ധി ജർമ്മൻസ് ഹു വർ ബോൺ ഇൻ അമേരിക്കയ്ക്ക് ഇല്ല. നിങ്ങൾ ഇരിക്കണ സ്ഥലം അവിടെയാണല്ലോ. അല്ല, ഞാൻ കുറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വെർണാക്കുലർ ലാംഗ്വേജിൽ കോമ്പറ്റൻസ് ഉള്ള ആളുടെ ബുദ്ധി ഇപ്പൊ അതർ തിങ്സ് ബീങ് ഈക്വൽ വെർണാക്കുലർ ലാംഗ്വേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവന് ഇമോഷണൽ കണക്ട് ഉണ്ടാവും സബ്ജക്റ്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഡിസൈൻ പാറ്റേൺസ് എനിക്ക് എന്റെ മലയാളം ഭാഷ അല്ലെങ്കിൽ മലയാളം ഹിന്ദി അതിന്റെ ആ നൈപുണ്യമാണ് എനിക്ക് പലതും ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വെറുതെ തിയറി ഇന്റർവ്യൂവിനെ പഠിക്കുള്ളൂ. അല്ല, ഞാൻ സാറിന്റെ ഇത് കേട്ടിട്ട് നമുക്കത് ഒരു എന്താ പറയാ ഫോഴ്സ്ഫുള്ളി പറയാൻ പറ്റുമോ ഈ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷയിൽ നല്ല നോളജ്? ഞാൻ ചോദിക്കട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ എന്തുകൊണ്ടാ പറഞ്ഞോളൂ, എന്നിട്ട് അവനെ അല്ലല്ല, ഞാൻ അങ്ങനെയല്ല. അല്ല, ഞാൻ എന്റെ ഒരു ചോദ്യം ഇതൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണെന്നാണ് സാർ പറയണേ. കാരണം പല പല ഫാക്ടേഴ്സ് ഉണ്ട്. സാർ പറഞ്ഞില്ലേ വാക്സിന്റെ ഈക്വൽ. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, പല ആൾക്കാരുടെയും ഇംഗ്ലീഷ് ശുഷ്കമാണ്. അവർക്ക് ഓണ്ടോളജിക്കൽ സ്ട്രെങ്ത് ഇല്ല. അവര് വെറുതെ വെർബൽ ജഗളറിയാ കാണിക്കുന്നത്. ആൻഡ് ദേ പ്രൊഡ്യൂസ് മോർ ന്യൂസൻസ് ഇൻ ആൻ എൻവയോൺമെന്റ് ദാൻ അതേഴ്സ്. ചിലപ്പോൾ അവരെ പേഴ്സണലി സ്യൂട്ട് ചെയ്യണ്ടാവും, പക്ഷെ ഒരു ഗ്രൂപ്പിൽ അങ്ങനത്തെ ആൾക്കാർ
ഭാഷാ നൈപുണ്യം കൊണ്ട് മാത്രം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം. അപ്പൊ അവിടെ ശുഷ്കമായ കാര്യങ്ങളെ നടക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ അവരിൽ വീണല്ലോ, മനസ്സിലായില്ലേ? അത് നമുക്ക് ഓഫ്ലൈനിൽ ഡിസ്കസ് ചെയ്യാം. അല്ല അത് അതിലേക്ക് വേണ്ട. അത് അല്ല, എനിക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എഴുതി തരാം. ഇല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായാലും. അതല്ല ലാംഗ്വേജ് ആൾക്കാർ വിചാരിക്കണ മാതിരി ഒരു അതിന്റെ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ആൾക്കാര് ഈ മോണ്ടി പൈത്തൺ അല്ലെങ്കിൽ മറ്റേ ഈ ജെയിംസ് ജോയ്സിന്റെ ഒക്കെ ബുക്കൊക്കെ വായിക്കുന്ന ആൾക്കാരാണോ? അതെനിക്കറിയില്ല കേട്ടോ. അല്ല, ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇംഗ്ലീഷുകാരാവാൻ വേണ്ടി കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെയൊക്കെ കണ്ടുപിടിക്കാൻ അവന് ആ അഡ്വാൻറ്റേജ് ഉണ്ടാവും ആ കൾച്ചറിൽ. ഇവര് പ്രോഗ്രാമിങ്ങിലൊക്കെ എങ്ങനെയാ? അത് സാർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് ഞാൻ എന്റെ പ്രോഗ്രാമിംഗില് പുലിയാണ്. ഞാൻ ഇത് റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് എന്റെ ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു എപ്പിസ്റ്റമോളജിക്കൽ അല്ലെങ്കിൽ ജ്ഞാന സിദ്ധാന്തപരമായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കണേ. ഇവിടെ എനിക്കൊരു വ്യക്തിയില്ല, മനസ്സിലായോ? അതായത് എപ്പിസ്റ്റമിക് ലെവലില് അസാധ്യമാണ് ഒരു വേറെ കൾച്ചറിൽ ഒരാൾക്ക് അത് കിട്ടാനുള്ള. അത് ഒരു റിലേറ്റീവ് ബെഞ്ച് മാർക്ക് ഉണ്ടാവും, അവിടെ ഹോൾസ് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. കൺവിക്ഷൻ കുറവായിരിക്കും. അല്ല, ഞാൻ എന്തൊരു ടേക്കർ ആണെങ്കിൽ ഈ പുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ടപ്പോ ശരത്വായിക്ക് അക്ഷയനൊക്കെ അറിയില്ലേ, ആ ലെവല് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് പുള്ളിയാണ്. ഓൺട്രോളജി ഒക്കെ അപ്ലൈ ചെയ്തുള്ള ഒരു ടൈപ്പ് അതിനാണ്. അങ്ങനെയല്ല നിങ്ങള് ഇവിടെ ഇതാണ് പ്രശ്നം. ഇപ്പൊ ഞാനൊരു കാറ്റഗോറിക്കൽ ക്ലെയിം നടത്തുമ്പോ ആൾക്കാരെ മാപ്പ് ചെയ്താല് ദാറ്റ് ലീഡ്സ് ടു ന്യൂ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഞാൻ ഷൈ ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ എന്റെ ഇത് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഇപ്പൊ ഇത് പറയുമ്പോ എന്തൊറ്റെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ എന്നെ ഇപ്പൊ ഞാൻ കൗണ്ടറായിട്ട് വെച്ചല്ല സാർ, ഞാൻ ചോദിച്ചെന്നറിയോ, അതായത് ഇതൊരു വൺ ഫാക്ടർ ആയിട്ട് ഒരു അല്ലല്ല അങ്ങനെ ഇതാണ് സയന്റിസ്റ്റുകളുടെ കുഴപ്പം. അതായത് ഇതിപ്പോ ഞാൻ പറയട്ടെ, വേദാന്തം പഠിച്ച ഗുണമുണ്ടെന്ന് പറഞ്ഞ ക്ലെയിമാണ് ഞാൻ നടത്തിയെന്ന്. അപ്പൊ വേദാന്തം പഠിച്ച ഇപ്പൊ ഞാനൊരു കാക്ക എടുത്തോ ഒരു നസ്രാണി എടുത്തോ, ഞാൻ ഇൻഹിബിഷൻ ഉണ്ടാവും ആണോ? അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഈ ഐഡിയക്ക് ഇവിടെ കാക്കാമാരെ നസ്രാണികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരിയായി, മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഫാക്ടേഴ്സ് അവരെ എന്റെ ഡൗട്ട്, ഞാൻ ക്യൂരിയസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് സാറ് പറഞ്ഞ പോലെ ഇതില്ല. അപ്പൊ ഞാൻ ക്യൂരിയസ് ആയത് ഇനി വേറെ വല്ല ഫാക്ടേഴ്സും കൂടി ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് അവര് വെള്ളക്കാരന്റെ ആംഗ്യം കാണിക്കുമ്പോ നിങ്ങക്ക് അറക്കാറുണ്ടോ? ഞാൻ അങ്ങനെ അല്ലല്ല, ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോ, ഇപ്പൊ ഇന്നലെ മല്ലിക ഷെറാവത്തും വിജയ് ഒരാളും തമ്മിലുള്ള ഒരു പാട്ട് കാണിച്ച്, മറ്റേ ഈ അൽക്കയാഗ്നീരിന്റെ പാട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് ആ ഷോട്ട് പിടിച്ചവന്റെ ആ ലാംഗ്വേജ് കണ്ടപ്പോ അവൻ ഇപ്പൊ ഞാൻ കണ്ടേക്കണ ഒരു 10-30 ടൈപ്പ് ആൾക്കാരായിട്ട് പെട്ടെന്ന് മാപ്പ് ചെയ്ത് എനിക്ക് ആ വീഡിയോയുടെ വെറുപ്പ് തോന്നി അപ്പൊ തന്നെ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അവന്റെ ആർട്ടിഫിഷ്യാലിറ്റി കണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾക്ക് ശരി ഓക്കെ, അപ്പൊ അവരെങ്ങനെയാ ഒരു വെസ്റ്റേണേഴ്സിനെ അവരുടെ ഫ്ലോറിൽ ചലഞ്ച് ചെയ്യൂ? ഞാനൊന്നും കണ്ടിട്ടില്ല നേരിട്ട്. അപ്പൊ അല്ല, അങ്ങനെയാണെങ്കിൽ അവരതിന്റെ വീരഗാഥ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞ മാതിരി? ഇല്ല. അങ്ങനല്ല, എനിക്ക് ഐ വാണ്ട് ടു ഡിബേറ്റ് പബ്ലിക്. എനിക്ക് നിങ്ങളോട് ഒരു ഇതുമില്ല. അതായത് ഒരു എപ്പിസ്റ്റമിക് ഈ മറ്റേ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്താത്ത റിപ്പീറ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു അടുത്ത ബന്ധത്തിലുള്ള ഒരു പുള്ളി, എനിക്ക് പുള്ളി ഡീസൽ ഇറക്കിയാണ്, മറ്റേ ജലസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ വാക്ക് കുറച്ചുകൂടി പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. ഡെവോപ്സ് അല്ലേ, അത് IT-യിലെ കൊതം കഴുകുന്ന പരിപാടിയാന്ന് പറഞ്ഞു. അത്
കഴിഞ്ഞിട്ട് ഞാനത് ഒരു ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഒരാളോട് പറഞ്ഞു, ഈ കൊല്ലം കഴിയണ പരിപാടിയും കൊണ്ട് വരല്ലേ, നമുക്ക് മൈക്രോ സർവീസിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെയുള്ളവരത് എടുത്തത് അവിടുത്തെ ഒരു വ്യക്തിനെ ഞാൻ അങ്ങനെ വിളിച്ചു എന്നാ. ഞാനും പുള്ളിയും തമ്മിൽ അന്നൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. പിടികിട്ടിയ അപ്പൊ ഞാനൊരു കാറ്റഗറി അറ്റാക്ക് നടത്തിയേ. അപ്പൊ ആ കാറ്റഗറിയിലേക്ക് ആൾക്കാരെ ഇൻഡസ്ട്രി കണ്ടസ്റ്റ് ഇപ്പൊ അത് വെച്ചിട്ട് കണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. എന്റെ അസേർഷൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ റെക്കോർഡിംഗ് എനിക്ക് മനസ്സിലായി. ഐ നോ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രെഡിക്കമെന്റ്. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ നഷ്ടമുള്ളൂ. കാരണം ഞാനിത് പറയുന്നത് എന്റെ ശ്രോതാക്കൾ കേൾക്കാൻ പറയണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ട്രൂ തിങ്. അതായത് സയൻസ് ഡോഗ്മയാണ് നിങ്ങൾ അതിൽ നിന്ന് തടയുന്നത്. പിടികിട്ടിയ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അത് വർക്ക് ചെയ്തില്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ല. പക്ഷെ ഇറ്റ് ക്യാൻ വർക്ക് അറ്റ്ലീസ്റ്റ് വിത്ത് 10 people. ഒരാൾക്ക് വേറെ പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് വൈശാഖായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം മാത്രം പഠിച്ചാൽ മതിയോ? എന്റെ നേറ്റീവ് ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ കൊങ്ങിണി ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നമുക്ക് അവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. കൊങ്ങിണി ആയിരിക്കും നിങ്ങളുടെ എന്റെയും കൊങ്ങിണിയാ. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളം ആയതുകൊണ്ടും അപ്പനെ വിളി കേട്ടാൽ തിരിച്ച് തെറി പറയാൻ ചാൻസ് മലയാളത്തിലായതുകൊണ്ട് ഇപ്പൊ പ്രായോഗിക തലത്തിൽ ഇപ്പൊ നമ്മുടെ രണ്ടുപേരും മാതൃഭാഷ വേറെയാണെങ്കിലും നമ്മള് മറ്റേ മലയാളമായിട്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കണം. കാരണം നിങ്ങൾ അതിലാണ് ഏറ്റവും കൂടുതൽ കുറച്ച് കൊങ്ങിണിയേക്കാളും നമ്മുടെ അറിവില് ഇവോൾഡ് ലാംഗ്വേജ് ആണ് മലയാളം. കാരണം നമുക്ക് കുറച്ചുകൂടി കൾച്ചറൽ കണക്റ്റും ഉണ്ട്. അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വെർനാക്കുലർ ലാംഗ്വേജ്, അതായത് പ്രാദേശിക ഭാഷ. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൃദയസ്ഥമായ ഭാഷയിൽ നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈക്വലന്റ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി നിങ്ങൾ പഠിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ സെന്റൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ജാർഗൻസ് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഫാർ സുപ്പീരിയർ. പിന്നെ നിങ്ങൾക്ക് ആ വെള്ളക്കാരന്റെ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ടാവില്ല. ഓക്കെ, അല്ല അപ്പൊ നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും നമ്മൾ ഇംഗ്ലീഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? ഇല്ല, അവിടെയാണോ എങ്കിൽ ഇംഗ്ലണ്ടിലോ. ശരത്തെ ഒന്ന് പറഞ്ഞെടുത്തേ, ആരുടെ ഇംഗ്ലീഷ് സംസാരിക്കും? ഞാൻ സദേണറിന്റെ ഇംഗ്ലീഷ് സംസാരിക്കുമോ, കോൾച്ചസ്റ്ററിൽ ഇംഗ്ലീഷ് സംസാരിക്കുമോ, മറ്റേ സംസാരിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ കിങ്സ് ഇംഗ്ലീഷ്, ന്യൂട്രൽ ഇംഗ്ലീഷ് പതുക്കെ പറഞ്ഞു നോക്കിയേ, അതിന് മനസ്സിലാവും. ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ആർപി എന്ന് വെച്ചാ ആർപി ഇംഗ്ലീഷ് എന്നാണ് പറയണേ, മറ്റേ ക്യൂൻസ് ഇംഗ്ലീഷ് ഫുൾ ഫോം. പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, BBC ഇംഗ്ലീഷ്. അതന്നെ BBC സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ആക്സെന്റഡ് പറ്റില്ല, മാഞ്ചസ്റ്റർ ആക്സെന്റ്സ് ഒന്നും പറ്റില്ല, മിമിക്രി ആയിരിക്കും അത്. നിങ്ങള് അതൊരു വെറും മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നോക്കുന്നത്. അത് ഇംപേഴ്സണേഷൻ അവന് സ്ട്രേഞ്ചിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയാണ് അത്. ഫീൽ ചെയ്യാതിരിക്കും. പക്ഷെ സാറേ സ്പാനിഷ് ഒക്കെ അക്യൂർ ചെയ്യുമ്പോൾ വേറെ ഉണ്ടാവും, പിന്നെ ഡിസ്കസ് ചെയ്യാം. അല്ല അവിടെയാണ് ഞാൻ പറയണേ, നമുക്ക് ഫോണറ്റിക് ലാംഗ്വേജസ് ഉണ്ട് ചിലത്, ഫ്രഞ്ച് ഒക്കെ മനസ്സിലായ ഞാൻ സമ്മതിച്ച്. പക്ഷെ ഇംഗ്ലീഷിന്റെ കേസിൽ വേറെ രാജ്യത്ത് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിംഗ്വാ ഫ്രാങ്ക, ബിസിനസ്, എക്കണോമിക്സ്, സയൻസ്, എഞ്ചിനീയറിംഗ് ലിംഗ്വാ ഫ്രാങ്ക പഠിക്കാന്നാണ് നമ്മൾ ഇംഗ്ലീഷ് അല്ലെ. അല്ലാണ്ട് മറ്റേ ഈ വെള്ളക്കാരനാവാനുള്ള ഇംഗ്ലീഷ് അല്ലല്ലോ ഉദ്ദേശിച്ചത് ശ്രീധേ. അല്ല അപ്പൊ ഇപ്പൊ ഞാനേ വൈശാഖനോട് ഇത് ചെയ്തല്ല, ഈ കൗണ്ടർ എക്സാമ്പിൾസ് പറയും. ഇത് ഒരു എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്കഷൻ അവിടെ അലസും. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അത്. ഞാനിപ്പോ ന്യൂറോ സയൻസോ ഞാൻ ഇതാണെങ്കിൽ ചിലപ്പോ കൗണ്ടർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറയണേ, ഞാൻ ജനറലി. അപ്പൊ ശരിയാണ്, ഇതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഫിനോമിന ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. ഈ പലരും പറ്റാത്ത എന്താണെന്ന് അറിയാമോ? ഒന്നും കാര്യമാണ്, നിറം കറുത്തതാണെങ്കിൽ ഇംഗ്ലീഷ് പറയാൻ പറ്റൂല. പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനോജ് കെ ജയന്റെ ഒക്കെ നിറം വേണം. അപ്പൊ എന്തുകൊണ്ട് വെച്ചാല് അതെ ആ കരിക്കൂട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കണം, അവന്റെ വിചാരം എന്താ. അപ്പൊ ഇനി ഇതുണ്ട്. ഇനിയിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സംസാരിക്കുമ്പോ
ഒരു പർട്ടിക്കുലർ ഫ്ലുവൻസി ഇല്ലെങ്കിൽ ഓടിച്ചു കളയും. അപ്പൊ കേരളത്തില് സോഷ്യോ കൾച്ചറൽ ലെവലില് കുറെ ഇൻഹിബിഷൻ ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്യുന്നത്. നിങ്ങൾ അത് മറികടക്കാൻ തന്നെ നിങ്ങളുടെ മുള്ള എനർജി പോണത്. അത് സമ്മതിക്കൂ? അത് ശരിയാണ്. ഹിന്ദിക്കാര് പറയും വോ തോ അംഗ്രേസോ കാ ഔലാദേ എന്ന് പറയും. അല്ലെങ്കിൽ മറ്റവര് പറയും നീ എന്താ സായിപ്പാവൻ നോക്കുകയാണ് മര്യാദ പറയും. എന്റെ മോൻ കുറെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോണ്ട് കോളേജ് പോയി എഞ്ചിനീയറിംഗ് കോളേജ്. അവിടുത്തെ പിള്ളേര് എടാതെ നീ ഇവിടെ സീനിയേഴ്സ് പിടിച്ച നല്ല കേഷിക്കും. ഇപ്പൊ അവൻ ഒതുങ്ങിയിരുന്ന് മലയാളം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിപ്പോ എനിക്ക് സിറ്റുവേഷനെ ഞാൻ ഓവർകം ചെയ്തേക്കുന്ന എന്റെ ടെക്നിക്കൽ ഫിനസ് കൊണ്ടാണ്. അല്ല, ടെക്നിക്കൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ എളുപ്പമാണ്. ജാർഗൺസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന സ്ഥാനത്ത് ലാഡ തമാശ പറയാൻ പോകുമ്പോ വെള്ളം കുടിക്കും. എനിക്ക് വശമില്ല. ഞാൻ അതിനെ മെമിക് ചെയ്യാൻ പോലും ശ്രമിക്കാം. ഞാൻ അങ്ങനെയുള്ള വർത്തമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല. അല്ല, അങ്ങനത്തെ കോൺട്രിബ്യൂട്ടറിൽ ഞാൻ കൊണ്ടുപോയി മറ്റേ പഴങ്കഞ്ഞി എറിയും. സദ്ഗുരു പക്ഷേ ഒരു എന്താ പറയാ വേർഡ്സിന്റെ പക്ഷേ യോഗസൂത്ര പഠിച്ചവരും വേദാന്തം പഠിച്ചവരുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒപ്പെത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു ഐഡിയ കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ട്. അത് അത്രയും വേണ്ട. നിങ്ങൾ ബാബ രാംദേവ് ഹിന്ദി സംസാരിക്കണ കണ്ടിട്ടുണ്ടോ? ബാബ രാംദേവ് അയാളൊരു അൺപഡ് ഗവാറ എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അയാൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും സാമൂഹിക് ദൃഷ്ടി സേ ദേഖേ തോ ഐസാ പേലു മേ ആതാ ഹൈ. സാർവജനിക് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും, കോമൺ ഇതിലാണെങ്കിൽ. ഇനിയിപ്പോ ദാർശനിക തലത്തിൽ ഇങ്ങനെയായിരിക്കും. അയാൾ എല്ലാതെ മുറിച്ച് പറയുള്ളൂ. അതെന്തുകൊണ്ട് അയാള് യോഗസൂത്രം പറയണ അവിടെ ഇവിടെ കിട്ടിയ. ഇനിയിപ്പോ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ല, സദ്ഗുരുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സദ്ഗുരുവിനെ ഇപ്പൊ മൈക്കൽ ബെവൻ അല്ല, മറ്റേ ഓസ്ട്രേലിയയുടെ ഒരു ഓപ്പണർ ഉണ്ടായിരുന്നു ഹെയ്ഡൻ. അയാൾ ഭയങ്കര റെസിസ്റ്റ് ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ മറ്റേ സദ്ഗുരുവിന്റെ മുമ്പിൽ പുള്ളി, കാരണം സദ്ഗുരുവിനെ തെറി പറഞ്ഞാൽ പുള്ളിക്ക് ഫോളോയിങ് പോകും. ഇവിടെ കിട്ടിയ അപ്പൊ ഈ ഇവിടുത്തെ വിശ്വനാഥൻ ഡോക്ടറും മറ്റവരൊക്കെ മണ്ടന്മാരാ. അമ്മമാര് അയാളെ തെറി പറഞ്ഞിട്ടൊന്നും കേൾക്കാനൊന്നും പോകണമെന്നില്ല. കാരണം വേറൊരു അടിപൊളി വീഡിയോ ഉണ്ട്, മറ്റോടത്ത് ഷെയർ ചെയ്യാൻ. അല്ല, അത് മറ്റേ ഇങ്ങർക്കാണ് ഏഷ്യാനെറ്റിൽ ആൾക്ക് കൊടുത്താണ്, മറ്റേ മഞ്ജു വാര്യർ ഇരിക്കണ സ്ഥലത്ത്. അതല്ല ഇത് വേറെ. ഇങ്ങനെ ഒരു 3-4 പേര് ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കണ്ടാണ്. അവിടുത്തെ ബാങ്കർ പുള്ളിനെ നൈസായിട്ട് ഒന്ന് അടിക്കാൻ നോക്കും. പുള്ളി തിരിച്ച് ഫിലിം ആക്ടേഴ്സിന്റെ പുള്ളത്. അല്ല, ഞാനേ ആൾക്കാര് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്നുള്ളതല്ല, ഇംഗ്ലീഷിൽ ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എങ്ങനെ ആക്ഷണബിൾ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മലയാളം വേണമെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പറ്റില്ല. അത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്, ഞാൻ ഈ പല ആൾക്കാർക്കും കമ്പ്യൂട്ടറിന് മുമ്പിലെ പാറ്റേൺസും ഇഡിയംസും ഒക്കെ വരുന്നുള്ളൂ. ട്രെയിനിലിരിക്കുമ്പോഴോ ബസ്സിലിരിക്കുമ്പോഴോ ഒന്നും വരുന്നില്ല. വൈ? അവർക്ക് ആ വിഷയമായിട്ട് ഇതില്ല, ബാന്ധവമില്ല. മനസ്സിലായില്ലേ? ഇമോഷണൽ ബൈൻഡിങ് ഇല്ല. ഇമോഷണൽ ബൈൻഡിങ് ഇല്ലാതെ നിങ്ങളൊരു കാര്യം എങ്ങനെ മാസ്റ്റർ ചെയ്യണേ? അത് റിപ്പീറ്റ് ചെയ്താൽ കിട്ടും. ഹൈപ്പോതലാമസിൽ നിന്ന് വരണം, ശരീരത്തിൽ നിന്ന് വരില്ല. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് വഴി പറയുന്നതും മറ്റേതും തമ്മിൽ ഒന്നാന്ന് പറയരുത്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ലോജിക്കൽ ഫാലസിസ്, ഓക്കെ, അത് ന്യായ വൈകല്യം എന്നാണ് അതിന് രവീന്ദ്ര മാഷ് ഇവരൊക്കെ പറയുന്നത്. ഓക്കെ, ന്യായ വൈകല്യം. ഇപ്പൊ ഫാലസി എന്ന് പറയാൻ വേണ്ട, ഇപ്പൊ ലോജിക്കിന് ന്യായം എന്ന് എത്ര പേർക്ക് വരും? മനസ്സിലായി? ഇപ്പൊ ഫാൾസിഫയബിലിറ്റിയുടെ മലയാളം എന്ന് പറഞ്ഞേ അസത്യവൽക്കരണക്ഷമത. അത് പക്ഷേ ഐ നോ ദ സോഴ്സ് ആൻഡ് ദിസ് തിങ്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ? എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിൽ യൂണിവേഴ്സലിസത്തിന്റെ മലയാളം പറഞ്ഞേ. യൂണിവേഴ്സലിസം സർവ ഹിന്ദിയിലറിയാം. അല്ല, മലയാളത്തിലും പറയാം. സാർവഭൗമികത.
അപ്പൊ രാജീവ് മൽഹോത്രയുടെ ബുക്ക് ഉണ്ട് ബീയിങ് ഡിഫറെന്റ്, വിഭിന്നത എന്നാണ് അതില് വിഭിന്നൻ എന്നൊക്കെ ഇടേണ്ടി വരും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ. പാശ്ചാത്യ സാർവഭൗമികതയ്ക്ക് ഭാരതത്തിന്റെ മറുപടി എന്നാണ്. മറുപടി എന്ന് ഉള്ളതിന് ഇത് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വെല്ലുവിളി എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇംപൊളൈറ്റ് ആവും. അതായത് അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് 1-2 ഇംഗ്ലീഷ് ബുക്സ് അപ്പോഴും നമുക്ക് കറക്റ്റ് അപ്പൊ തീർച്ചയായും നമുക്ക് നല്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ലോജിക്കൽ അവൻ പറഞ്ഞാൽ ന്യായവൈകല്യം ഉണ്ടെന്ന് ഡെയിലി വെക്കണമെങ്കിൽ ലോജിക്കൽ ഫെലസി ആക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ വാട്ട് ഇസ് ലോജിക്കൽ എറർ എന്നൊക്കെ പറഞ്ഞ വരും. മനസ്സിലായോ? ഇനിയിപ്പോ ഡയലക്ടിക്സിന്റെ മലയാളം എന്താ? നടരാജഗുരുവിന്റെ ലിറ്ററേച്ചർ ഒന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. വൈരുദ്ധ്യാത്മക അല്ലെങ്കിൽ വൈരുദ്ധ്യാശ്രിത ഭൗതികവാദം എന്നൊക്കെ പറയേണ്ടി വരും. യോഗയുക്തി എന്നാണ്, യോഗയുക്തി, സംഘയുക്തി എന്നൊക്കെ പറയും, കൂട്ടായ്മ എന്നിട്ട് നമ്മൾ പറയുന്നു. ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാല് ഓക്കെ നമുക്ക് ഈ ഡിസ്കഷൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് വരില്ല. നമ്മൾ ഒറിജിനൽ ഇതെന്താ ഞാൻ സമ്മപ്പ് ചെയ്യാം. അതായത് എങ്ങനെ ജനറലൈസ് ചെയ്യാം. അപ്പൊ സ്പെസിഫിക്കിൽ നിന്ന് നമ്മൾ ജനറലിലോട്ട് പോകുമ്പോൾ ജനറലൈസേഷൻ എറർ വരും. ജനറലൈസേഷൻ എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യണേ. അതിനൊരു ലോജിക്കൽ അപ്രോച്ച് ഉണ്ട്. അതായത് ഈ എന്താ പറയുക ബോട്ടം അപ്പ് ആയിട്ട് നമുക്ക് പ്രൊപ്പോസിഷൻ എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണ്, ഇനി മറ്റേ ഇംപ്ലിക്കേഷൻ എന്താണ്, പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ. അപ്പോ സ്മാർട്ട് പീപ്പിൾ ഡു മെഷീൻ ലേണിംഗ്, ഐ എം ഡൂയിങ് മെഷീൻ ലേണിംഗ് ദെയർഫോർ ഐ എം സ്മാർട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായവൈകല്യമാണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനെ അഫാമിങ് ദ കോൺസിക്വന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കാം. ഇനിയിപ്പോ വേണമെങ്കിൽ ആർക്കിടെക്ട്സ് ഒക്കെ തള്ളന്മാരാ. ഇപ്പൊ തള്ളനാന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ആർക്കിടെക്ട് ആവില്ല. അത് ഡിനൈങ് ദ ആന്റിസിഡന്റ് ആണ്. അപ്പോ അതിലിപ്പോ എന്താ പറയാ ഇൻവേഴ്സ്, കൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആർഗ്യുമെന്റ് ഫോം ചെയ്യാം, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ കൂടെ. പക്ഷേ ഈ ചർച്ചയിൽ വന്നത് അങ്ങനെ ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് എടുക്കുന്നതിനേക്കാളും ഒരു മോഡൽ തിയറട്ടിക്കൽ ലെവൽ, അല്ലെങ്കിൽ മോഡൽ പല മോഡൽ, ഇപ്പൊ ലീനിയർ മോഡലാണോ, നോൺ ലീനിയർ മോഡലാണോ, ഇനി ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിക് ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ആണോ, അങ്ങനത്തെ അതായത് കുറച്ചും കൂടി വെൽ സ്റ്റഡീഡ് മോഡൽസ് ഉണ്ട്. അത് നാച്ചുറൽ സയൻസിലും ഉണ്ട്, സോഷ്യൽ സയൻസിലും ഉണ്ട്. അപ്പോ ഇപ്പൊ സോഷ്യൽ സയൻസിൽ ഇപ്പൊ ഗെയിം തിയറി ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, അവിടെ നിന്നൊക്കെ നമ്മൾ കുറെ എക്സാമ്പിൾസ് എടുത്തു. അതായത് പിന്നെ നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് വന്നതെന്ന് വെച്ചാല് സൂക്ഷ്മതലത്തിൽ അല്ലെങ്കിൽ ഫൈൻ ഗ്രൈൻഡ് തലത്തിലുള്ള പല കാര്യങ്ങളും മാസ് ഫിനോമിന വരുമ്പോൾ ഇറ്റ് ടേക്സ് എ ഡിഫറെന്റ് ടേൺ. എമർജൻസ് ഉള്ളത് കൊണ്ട് ദ ലോജിക് വിച്ച് വർക്ക്സ് അറ്റ് ആൻ ഇൻഡിവിജ്വൽ ലെവൽ മൈറ്റ് നോട്ട് ബി ദ ലോജിക് യു റിക്വയർ അറ്റ് എ കളക്റ്റീവ് ലെവൽ. അപ്പൊ അത് നോക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു നല്ലൊരു ഒരു ലോജിക്കൽ ഫ്രെയിംവർക്ക് വേണം. അത് വേണമെങ്കിൽ നമുക്ക് ബോട്ടം അപ്പ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഗ്രൂപ്പ് ഡൈനാമിക്സ് വരുമ്പോൾ അവിടെ ഡയലക്ടിക്സിന്റെ പ്രസക്തി കൂടും. പിന്നെ എന്താ പറയാ കോർപ്പറേറ്റ് അങ്ങനെ അല്ലെങ്കിൽ വൈഡർ സൊസൈറ്റി വരുമ്പോൾ ഡെഫിനറ്റ്ലി ടി വി ഡിബേറ്റ്, റെട്ടറിക് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിലോട്ട് പോകും. അപ്പോ പൊതുവെ ഈ ഒരു ശാസ്ത്രത്തിന്റെ എക്സാക്റ്റിറ്റ്യൂഡ് സൊസൈറ്റിയിൽ പ്രതീക്ഷിക്കുന്നതാണ് മിക്ക ആൾക്കാരുടെയും, മിക്ക അഭ്യസ്ത വിദ്യരുടെയും ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പൊ അവർ പതുക്കെ കാര്യങ്ങൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വാട്ട് വർക്ക്സ് അറ്റ് എ സോഷ്യൽ ലെവൽ, വാട്ട് വർക്ക്സ് അറ്റ് ദി ഗ്രൂപ്പ് ലെവൽ ആൻഡ് വാട്ട് വർക്ക്സ് അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവൽ മൈറ്റ് ബി 3 ഡിഫറെന്റ് തിങ്. അറ്റ്ലീസ്റ്റ് ഈ 3 ക്ലാസിഫിക്കേഷനിലും വെക്കണം. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ വേറെ കുറെ ജനറലൈസേഷൻ ഇതുണ്ട്. അപ്പൊ പലപ്പോഴും ഈ ജനറലൈസേഷന് തടയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് വൺ പേഴ്സൺ ആയിരിക്കും, വെദർ ഇറ്റ് വിൽ വർക്ക് ഫോർ മീ ഓർ സംതിങ്. പക്ഷേ ഇപ്പൊ ഇന്ത്യൻ ഫിലോസഫി പഠിച്ചാൽ ഗുണമുണ്ട്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ യോഗസൂത്രം പഠിച്ചാൽ നിങ്ങളുടെ ചിന്ത ബെറ്ററാവും എന്നൊക്കെ പറയുന്നത് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് പറയുന്നതാണ്. പക്ഷേ ഇഫ് യു ആർ ഏബിൾ ടു ഇൻവെസ്റ്റ് സം ടൈം ആൻഡ് ദെൻ ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ്, മോസ്റ്റ് ഓഫ് ഇറ്റ് മൈറ്റ് ബി ട്രൂ ഫോർ യു. അപ്പോൾ എംപെരിക്കൽ മോഡൽസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലോജിക്കൽ മോഡൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് ബുക്കും മറ്റേ കൊടുക്കാം. എംപെരിക്കൽ മോഡല് നിങ്ങളുടെ മെസ്സഞ്ചറിനോടുള്ള ട്രസ്റ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ fact of the matter is this discussion has opened up a lot of new vistas or new possibilities. In the coming meetings, okay, we will actually discuss more topics about philosophy, but this is not specific about philosophy. കാരണം ഇവിടെ ലൈഫ് ഇൻ ജനറൽ ആണ്.
കുറെ എക്സാമ്പിൾസ് പ്രോഗ്രാമിങ്ങിനെ ഹിഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോബബിലിറ്റിയുടെ കുറച്ച് അനക്ടോട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ശേഷം വി വിൽ സീ ദ വേൾഡ് ഇൻ എ ഡിഫറെന്റ് മാനർ എന്ന് ഐ ഹോപ്പ്. നന്ദി, നമസ്കാരം. ഓക്കെ, കട്ട് ചെയ്താൽ റെക്കോർഡ്.